ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ആറാമത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആറാമത്തെ ചാപ്റ്ററിൻ്റെ പേര് മെറ്റലർജി. നിങ്ങൾ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മെറ്റലർജി എന്നവിടെ കാണത്തില്ല. അതിന് പകരം അവിടെ കാണുന്നത് ജനറൽ പ്രോസസ്സസ് ആൻഡ് ഐസൊലേഷൻ ഓഫ് മെറ്റൽസ് എന്നായിരിക്കും കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മെറ്റലർജി എന്ന വാക്കിനർത്ഥം എന്താണെന്ന് നോക്കാം. ഒരു ചെറിയ ചാപ്റ്ററാണ് മെറ്റലർജി എന്ന് പറയുന്നത്. മെറ്റലർജി എന്ന വാക്കിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മെറ്റലിനെ പ്രകൃതിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മെറ്റലിനെ നമ്മൾ എവിടെ നിന്നെങ്കിലും കുഴിച്ചെടുക്കുന്നു. ആ മെറ്റലിനെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മെറ്റലർജി. അപ്പൊ എന്താണ് മെറ്റലർജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ഓവറാൾ പ്രോസസ്സസ് ആൻഡ് ടെക്നോളജീസ് യൂസ്ഡ് ഫോർ ദി സെപ്പറേഷൻ, ഐസൊലേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ്. ഒരു മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, അതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുക, എന്നിട്ട് ആ മെറ്റലിനെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ പാത്രങ്ങളായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇതിനെയെല്ലാം കൂടി വിളിക്കുന്ന ഒറ്റ വാക്കാണ് എന്തെന്ന് പറയുന്നത് മെറ്റലർജി. എന്താണ് മെറ്റലർജി? is the overall process of production of metal from its compounds. ഒരു മെറ്റലിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുത്ത് നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും കൂടി വിളിക്കുന്ന പേരാണ് മെറ്റലർജി. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന, ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പ്, അയൺ എന്ന് പറയുന്ന മെറ്റൽ നമുക്ക് ഫ്രീ ആയിട്ട് പ്രകൃതിയിൽ കാണുന്ന ഒരു സാധനമല്ല. ഇരുമ്പ് എന്ന് പറയുന്നത് നമ്മൾ കുഴിച്ചെടുക്കുന്നത് ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ്. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഹേമറ്റൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പേരെന്താണ്? Fe2O3 എന്നാണ് ഹേമറ്റൈറ്റിന്റെ ഫോർമുല. അതിൽ നിന്ന് നമ്മൾ Fe സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് Fe2O3 വേണ്ട, ഓക്സിജൻ ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് ഏതാണ്? Fe ആണ്. നമ്മൾ കുഴിച്ചെടുക്കുന്നത് ഹേമറ്റൈറ്റ് ആണ്. ഹേമറ്റൈറ്റിൽ നിന്ന് നമ്മൾ ഏതിനെ വേർതിരിച്ചെടുക്കണം? Fe വേർതിരിച്ചെടുക്കണം. അപ്പൊ അത് കുറെ മെത്തേഡുകൾ വഴിയാണ്, കുറെ പ്രോസസ്സുകൾ വഴിയാണ്, കുറെ സ്റ്റെപ്പുകൾ വഴിയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ആ മെത്തേഡുകളെ അല്ലെങ്കിൽ ആ പ്രോസസ്സുകളെ അല്ലെങ്കിൽ ആ ടെക്നോളജിയെ എല്ലാം കൂടി വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ദ മെറ്റലർജി. ദ ഓവറാൾ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് കോമ്പൗണ്ട് ഇസ് കാൾഡ് മെറ്റലർജി. ഓക്കെ അല്ലേ? ഒരു മെറ്റലിനെ അതിൻ്റെ കോമ്പൗണ്ടുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എല്ലാ സ്റ്റെപ്പുകളെയും എല്ലാ മെത്തേഡുകളെയും കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മെറ്റലർജി. ഇനി മെറ്റലർജിയിൽ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 2-3 വാക്കുകൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, എന്താണ് മിനറൽ? എന്താണ് മിനറലുകൾ? ആദ്യം അറിയേണ്ട വാക്ക് മിനറലുകൾ അഥവാ ധാതുക്കൾ എന്ന് പറയും. മിനറൽ അഥവാ ധാതു. എന്താണ് മിനറൽ അഥവാ ധാതു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മെറ്റൽ പ്രകൃതിയിൽ ഏതൊക്കെ രൂപത്തിൽ കാണപ്പെടുന്നുണ്ടോ ആ രൂപങ്ങളെ എല്ലാം കൂടി ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മിനറൽ അഥവാ ധാതു. അപ്പൊ എന്താണ് മിനറൽ അഥവാ ധാതു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡിഫറന്റ് ഫോംസ് ഓഫ് മെറ്റൽ ഫൗണ്ട് ഇൻ നേച്ചർ. ഒരു മെറ്റലിന്റെ പ്രകൃതിയിൽ കാണുന്ന വ്യത്യസ്ത രൂപങ്ങളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് മിനറലുകൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അയണിന്റെ കേസ് തന്നെ എടുക്കാം. അയൺ പ്രകൃതിയിൽ ഏതൊക്കെ രൂപത്തിൽ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ കാണപ്പെടും. ഹേമറ്റൈറ്റ്, ഫോർമുല Fe2O3. മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ കാണപ്പെടും. മാഗ്നറ്റൈറ്റ് ഫോർമുല Fe3O4. അയൺ പൈറൈറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ കാണപ്പെടും. അയൺ പൈറൈറ്റ് FeS2. ഇനി സിഡറൈറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ കാണപ്പെടും. അയൺ സിഡറൈറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ കാണപ്പെടും. FeCO3. ഇങ്ങനെ പല രൂപങ്ങളിൽ അയൺ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ രൂപങ്ങളെയെല്ലാം, ഈ കോമ്പൗണ്ടുകളെയെല്ലാം വിളിക്കുന്ന പേരാണ് അയണിന്റെ മിനറലുകൾ. അപ്പൊ എന്താണ് മിനറലുകൾ എന്ന് മനസ്സിലായല്ലോ. ഒരു എലമെന്റ് തന്നെ പ്രകൃതിയിൽ വ്യത്യസ്ത രൂപങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ആ രൂപങ്ങളെ ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് മിനറൽ അഥവാ ധാതുക്കൾ. അയണിന്റെ വ്യത്യസ്ത രൂപങ്ങൾ ഏതൊക്കെയെന്ന് ഓർത്തു വെച്ചേക്കുക. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ് ആൻഡ് സീഡറൈറ്റ്.
ഇനി അലുമിനിയം പ്രകൃതിയിൽ കാണപ്പെടുന്ന രൂപങ്ങൾ, അലുമിനിയത്തിന്റെ മിനറലുകൾ ഏതൊക്കെ? ഒരു എക്സാമ്പിൾ നോക്കുക. ഒന്നാമത്തത് ബോക്സൈറ്റ്. ബോക്സൈറ്റിന്റെ ഫോർമുല നിങ്ങൾ 10ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്, Al2O3.2H2O. രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് Al2OH 4 times Si2O5. ഇതിനെ വിളിക്കുന്ന പേരാണ് കയോലിനൈറ്റ്, അല്ലെങ്കിൽ ക്ലേ എന്ന് പറയും, കളിമണ്ണ്. കളിമണ്ണിന്റെ വേറൊരു പേരാണ് കയോലിനൈറ്റ്. ഫോർമുല എന്താണ്? Al2OH 4 times Si2O5. അപ്പോൾ അയണിന്റെ മിനറലുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു, അലുമിനിയത്തിന്റെ മിനറലുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചു. അടുത്ത നമ്മൾ പഠിക്കുന്നത് സിങ്കിന്റെ മിനറലുകളെ പറ്റിയാണ്. സിങ്കിന്റെ മിനറലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സിങ്ക് ബ്ലെൻഡ്. ഒന്നാമത്തെ എക്സാമ്പിൾ സിങ്ക് ബ്ലെൻഡ്, ഫോർമുല ZnS. ഓക്കെ, സിങ്കിന്റെ ഒന്നാമത്തെ മിനറൽ സിങ്ക് ബ്ലെൻഡ്, ZnS. രണ്ടാമത്തെ എക്സാമ്പിൾ കലാമിൻ, ഫോർമുല ZnCO3. രണ്ടാമത്തെ എക്സാമ്പിൾ കലാമിൻ, ഫോർമുല ZnCO3. മൂന്നാമത്തെ എക്സാമ്പിൾ സിൻസൈറ്റ്, ഫോർമുല ZnO. ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സിങ്കിന്റെ 3 മിനറലുകൾ ഏതൊക്കെയാണ്? സിങ്ക് ബ്ലെൻഡ്, ഫോർമുല ZnS, അതായത് സിങ്ക് സൾഫൈഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സിങ്ക് ബ്ലെൻഡ്. കലാമിൻ, ഫോർമുല ZnCO3, സിങ്ക് കാർബണേറ്റ്. സിൻസൈറ്റ്, ഫോർമുല ZnO, വേറൊരു പേരെന്താണ്? ZnO എന്ന് വെച്ചാൽ സിങ്ക് ഓക്സൈഡ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കുക. ഇനി കോപ്പറിന്റെ ഓറുകളെ പറ്റി പഠിക്കാം. ഏതൊക്കെയാണ് കോപ്പറിന്റെ ഓറുകൾ? മിനറലുകൾ. ആ വാക്ക് പിന്നീട് പഠിക്കാനുള്ളതാണ്. ഓർ എന്ന് പറയുന്ന വാക്കിന് നമ്മൾ പഠിക്കും. കോപ്പറിന്റെ മിനറലുകൾ ഏതൊക്കെ? കോപ്പർ ഏതൊക്കെ രൂപത്തിലാണ് പ്രകൃതിയിലുള്ളത്? ഒന്ന് Cu2O, പേര് കുപ്രൈറ്റ്. Cu2O, പേര് കുപ്രൈറ്റ്. CuFeS2, കോപ്പർ പൈറൈറ്റ്. CuFeS2, കോപ്പർ പൈറൈറ്റ്. വേറൊരെണ്ണം കോപ്പർ ഗ്ലാൻസ്. Cu2S, കോപ്പർ ഗ്ലാൻസ്. ഇനിയുള്ളത് മാലക്കൈറ്റ്. CuCO3.CuOH twice, പേര് മാലക്കൈറ്റ്. മാലക്കൈറ്റ് ഗ്രീൻ എന്നൊക്കെ നമ്മൾ കേട്ട് കാണും, ഒരു ഡൈ ആണത്. മാലച്ചൈറ്റ് എന്ന് എഴുതും, മാലക്കൈറ്റ് എന്ന് വായിക്കും. ഇനി കോപ്പർ പൈറൈറ്റ് എഴുതി, കുപ്രൈറ്റ് എഴുതി, ഇനി എല്ലാം ആയി. ഓക്കെ, അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഏതൊക്കെ മെറ്റലുകൾ ഏതൊക്കെയാണ്, അവയുടെ മിനറലുകൾ ഏതൊക്കെയാണ്, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാം. അപ്പൊ എന്താണ് മെറ്റലർജി എന്ന് ഞാൻ പറഞ്ഞു. ദ ഓവറോൾ പ്രോസസ്സസ് ആൻഡ് ടെക്നോളജീസ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ മെറ്റൽ ഈസ് കാൾഡ് മെറ്റലർജി. ഒരു മെറ്റൽ ഉണ്ടാക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രോസസ്സുകളെയും എല്ലാ മെത്തേഡുകളെയും ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് മെറ്റലർജി. മെറ്റലർജിയിൽ ആദ്യമായി പഠിക്കാനുള്ള വാക്ക് എന്താണ്? മിനറൽ. ഒരു മെറ്റൽ പ്രകൃതിയിൽ ഏതൊക്കെ രൂപങ്ങളിൽ കാണപ്പെടുന്നുണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് മിനറൽ. The different compounds of a metal found in nature are called mineral. മിനറലുകൾക്ക് എക്സാമ്പിളുകൾ പഠിക്കുക. അയണിന്റെ മിനറലുകൾ ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്, സിഡറൈറ്റ്. അലുമിനിയത്തിന്റെ മിനറലുകൾ ഏതൊക്കെയാണ്? ബോക്സൈറ്റ് ആൻഡ് കയോലിനൈറ്റ്. സിങ്കിന്റെ മിനറലുകൾ ഏതൊക്കെയാണ്? സിങ്ക് ബ്ലെൻഡ്, കലാമിൻ ആൻഡ് സിൻസൈറ്റ്. കോപ്പറിന്റെ മിനറലുകൾ ഏതൊക്കെയാണ്? കുപ്രൈറ്റ്, കോപ്പർ പൈറൈറ്റ്, കോപ്പർ ഗ്ലാൻസ് ആൻഡ് മാലക്കൈറ്റ്. ഓക്കെ, ഇനി അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു മെറ്റൽ തന്നെ, അയൺ തന്നെ പല രൂപങ്ങളിൽ പ്രകൃതിയിൽ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇതില് ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന മിനറലിൽ നിന്ന് മാത്രമേ നമ്മൾ ഏതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കത്തുള്ളൂ? അയണിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കത്തുള്ളൂ. അപ്പൊ ഒരു മെറ്റൽ തന്നെ വിവിധ രൂപങ്ങളിൽ പ്രകൃതിയിൽ ഉണ്ടെങ്കിലും അതിൽ ചില മിനറലുകളിൽ നിന്ന് മാത്രമേ നമ്മൾ ഏതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കത്തുള്ളൂ? മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കത്തുള്ളൂ. ഏത് മിനറലിൽ നിന്നാണോ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ആ മിനറലിനെ വിളിക്കുന്ന പേരാണ് ഓർ അഥവാ അയിര് എന്ന് പറയും. ഓർക്കുക,
അപ്പൊ എന്താണ് മിനറൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഫോംസ് ഓഫ് മെറ്റൽ ഫൗണ്ട് ഇൻ നേച്ചർ ആർ കാൾഡ് മിനറൽ. The mineral from which the metal is separated is called ore. ഏത് മിനറലിൽ നിന്നാണോ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഓർ എന്ന് പറയുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, അയണിന്റെ ഓർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹേമറ്റൈറ്റ് ആണ്. അലുമിനിയത്തിന്റെ ഓർ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അലുമിനിയത്തിന്റെ ഓർ ഏതാണ്? ബോക്സൈറ്റ് ആണ്. സിങ്കിന്റെ ഓർ എന്ന് പറയുന്നത് സിങ്ക് കാർബണേറ്റ്, കലാമിൻ. അതുപോലെ തന്നെ സിങ്ക് ബ്ലെൻഡ് ഉപയോഗിക്കാറുണ്ട്. കോപ്പറിന്റെ ഓർ എന്ന് പറയുന്നത് കോപ്പർ സൾഫൈഡ്, അതുപോലെ തന്നെ കുപ്പറേറ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി ഓർ എന്താണ്, മിനറൽ എന്താണ്, മെറ്റലർജി എന്താണ്. ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മിനറലിൽ നിന്നാണോ നമ്മൾ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ആ മിനറലിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഓർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രയും മിനറലുകൾ ഉണ്ടെങ്കിലും ഞാൻ ഏതിൽ നിന്ന് മാത്രമേ അയണിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കത്തുള്ളൂ? ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ നിന്ന് മാത്രമേ ഞാൻ അയണിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കത്തുള്ളൂ. അതെന്താ കാര്യം? ബാക്കി ഒന്നിൽ നിന്നും മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്തത് എന്താ? അതായത് ഇതെല്ലാം മിനറലുകളാണ്, പക്ഷെ ഈ ഒരൊറ്റ മിനറലിൽ നിന്ന് മാത്രമേ നമ്മൾ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കൂ. വൈ ഇറ്റ് ഈസ് സോ? അതിനുള്ള ഉത്തരം ഇതാണ്. ഒരു മിനറൽ ഓർ ആകണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. എല്ലാ മിനറലുകളും ഓറുകളല്ല. എല്ലാ മിനറലുകളിൽ നിന്നും നമുക്ക് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയില്ല. ഈ ഏതെങ്കിലും ഒരു മിനറൽ ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന മിനറൽ എന്തായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? ഓർ ആയിട്ടാണ് എടുക്കുന്നത്. ഓർ എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലോ? ഏത് മിനറലിൽ നിന്നാണോ മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്നത്. മെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മിനറലിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഓർ എന്ന് പറയുന്നു, അല്ലേ? അപ്പോ ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന മിനറലിനെയാണ് നമ്മൾ ഇവിടെ അയണിന്റെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഓറായിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ് ഹേമറ്റൈറ്റിനെ തന്നെ ഓറായിട്ട് ഉപയോഗിക്കുന്നത്? അതിനുള്ള കാര്യം ഇതാണ്. ഒരു മിനറൽ ഓറാകണമെങ്കിൽ, ഒരു ധാതു അയിരാകണമെങ്കിൽ, ഒരു മിനറൽ ഓറാകണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതിൽ കണ്ടീഷൻസ് ഇതൊക്കെയാണ്. ഒന്ന്, അത് അബണ്ടന്റ് ആയിരിക്കണം. ആദ്യത്തെ പോയിന്റ് എന്താണ്? അബണ്ടന്റ്. അപ്പൊ ഒരു ഓർ ആയിരിക്കണമെങ്കിൽ, ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു മിനറൽ ഓർ ആകണമെങ്കിൽ അനുസരിച്ചിരിക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? ഒബേ ചെയ്തിരിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? അബണ്ടന്റ്. അതായത് ഇവ എല്ലായിടത്തും യഥേഷ്ടം ലഭിക്കുന്ന സാധനമായിരിക്കണം. ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് മിക്കവാറുമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, അതുപോലെ തന്നെ അളവിൽ കൂടുതലുണ്ട് ബാക്കിയുള്ളവയെ അപേക്ഷിച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഹേമറ്റൈറ്റ് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഓറായിട്ട് ഉപയോഗിക്കുന്നത്. രണ്ട്, അപ്പോൾ ഒരു മിനറൽ ഓർ ആകണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അബണ്ടന്റ് ആയിരിക്കണം. രണ്ട്, ഈസിലി സെപ്പറബിൾ ആയിരിക്കണം. എന്താ ആ വാക്കിനർത്ഥം? ഈസിലി സെപ്പറബിൾ എന്ന വാക്കിനർത്ഥം എന്താണ്? പെട്ടെന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റണം. അതായത് Fe2O3 നിന്ന് നമുക്ക് Fe വളരെ വേഗം ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ബാക്കിയുള്ളവയെ അപേക്ഷിച്ച്. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അബണ്ടന്റ് ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഈസിലി സെപ്പറബിൾ ആയിരിക്കണം. അതായത് ആ മെറ്റലിന്റെ കോമ്പൗണ്ടിൽ നിന്ന് മെറ്റലിനെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റണം? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റണം. ഓക്കെ അല്ലേ? മൂന്നാമത്തെ പോയിന്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലോ ആയിരിക്കണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലോ ആയിരിക്കണം. എന്താ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Fe2O3 Fe ചുമ്മാ നോക്കിക്കൊണ്ടിരുന്ന സെപ്പറേറ്റ് ആയി വരത്തൊന്നുമില്ല, അല്ലേ? അപ്പൊ അതിന് നമുക്ക് കുറെ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ Fe2O3 ഹേമറ്റൈറ്റിൽ നിന്ന് Fe അയണിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കണം. കുറഞ്ഞ പൈസയിൽ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. Fe2O3 Fe നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മസ്റ്റ് ബി ലോ. നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പോയിന്റ് ഹൈ മെറ്റൽ കണ്ടന്റ് ആയിരിക്കണം. ഹൈ മെറ്റൽ കണ്ടന്റ്. അതായത് ഇപ്പൊ നിങ്ങൾ ഈ അയൺ പൈറൈറ്റ് എടുത്ത് നോക്കുക. അയൺ പൈറൈറ്റിന്റെ ഒരു 100 ഗ്രാം അയൺ പൈറൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 0.5 ഗ്രാം അയണേ കാണും. 0.5 ഗ്രാം കാണത്തുള്ളൂ, അയണേ കാണത്തുള്ളൂ. പക്ഷെ ഹേമറ്റൈറ്റ് ഒരു 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ അതിൽ 95% എന്തായിരിക്കും? അയണായിരിക്കും. എന്താ അതിന്റെ വ്യത്യാസം മനസ്സിലായ? ഇവിടെ 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 100 ഗ്രാം നമ്മൾ എവിടെന്നെങ്കിലും കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ അയൺ പൈറൈറ്റ് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ 0.5 ഗ്രാം അയണേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം നമുക്ക് വേണ്ടാത്ത കാര്യം, വേസ്റ്റ് ആണ്, നമ്മൾ കളയും. പക്ഷെ ഇവിടെ 100 ഗ്രാം ഹേമറ്റൈറ്റ് ആണ് കുഴിച്ചെടുക്കുന്നതെങ്കിലോ
95%, 95 ഗ്രാമും എന്തായിരിക്കും? 95 ഗ്രാമും എന്തായിരിക്കും? അയണായിരിക്കും. അപ്പൊ അതല്ലേ ലാഭം. ബാക്കി 5 ഗ്രാമേ അവിടെ എന്തുള്ളൂ? വേസ്റ്റ് ഉള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? അതായത് മെറ്റലിന്റെ അളവ് നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിൽ മെറ്റൽ ഒരുപാട് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിൽ നമ്മൾ മെറ്റൽ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് യാതൊരു വിധ ഉപയോഗമില്ല. ഇപ്പൊ അലുമിനിയത്തിന്റെ കേസ് തന്നെ എടുത്തോ. കളിമണ്ണിൽ അലുമിനിയം ഉണ്ട്, കയോലിനേറ്റിൽ അലുമിനിയം ഉണ്ട്. പക്ഷേ കളിമണ്ണിലുള്ള അലുമിനിയത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ വളരെ 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 കുറവാണ്. പക്ഷേ ബോക്സൈറ്റിലാണെങ്കിലോ അലുമിനിയം മാത്രമേ ഉള്ളൂ. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഈ 4 പോയിന്റുകൾ ഒബേ ചെയ്ത് കഴിഞ്ഞാൽ ആ മിനറലിനെ നമുക്ക് എന്തായിട്ട് പ്രഖ്യാപിക്കാം? ഓറായിട്ട് പ്രഖ്യാപിക്കാം. ഓക്കെ. അപ്പോ പരീക്ഷയ്ക്ക് ചിലപ്പോ ടെസ്റ്റിംഗ് ആയിട്ട് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാം. ആൾ മിനറൽസ് ആർ നോട്ട് ഓർസ്, ബട്ട് ആൾ ഓർസ് ആർ മിനറൽസ്. എന്താ ക്വസ്റ്റ്യൻ? ആൾ മിനറൽസ് ആർ നോട്ട് ഓർസ്, ബട്ട് ആൾ ഓർസ് ആർ മിനറൽസ്. കറക്റ്റ് അല്ലേ? എന്താ? എല്ലാ മിനറലുകളും ഓറുകളല്ല. ഇതെല്ലാം മിനറലുകളാണ്, പക്ഷെ ഇതെല്ലാം എന്തല്ല? ഓറല്ല. പക്ഷെ ഒരു ഓർ എടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും എന്തായിരിക്കും? ഇവിടെ മിനറൽ ആയിരിക്കും. അവിടെ എഴുതേണ്ട ഉത്തരം ഇതാണ്: ഒരു മിനറൽ ഓർ ആകണമെങ്കിൽ ഈ 4 പോയിന്റുകൾ ഒബേ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് എഴുതണം. ഇപ്പോ പരീക്ഷയ്ക്ക് ചോദിക്കും അയൺ വ്യത്യസ്ത രൂപങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്, സിഡറൈറ്റ്. പക്ഷേ അയണിന്റെ ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ നിന്ന് മാത്രമേ നമുക്ക് അയണിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. കാരണം എന്ത്? അതിന്റെ ഉത്തരം ഇത് തന്നെയാണ്. അല്ലെങ്കിൽ ചോദിക്കാം, എല്ലാ മിനറലുകളും ഓറുകളല്ല. ഓറുകൾ എന്താണ്? മിനറലുകളാണ്. എല്ലാ ഓറുകളും മിനറലുകളാണ്, പക്ഷെ എല്ലാ മിനറലുകളും എന്തല്ല? ഓറുകളല്ല. കാരണം എന്ത്? അതിന്റെ ഉത്തരം ഇത് തന്നെയാണ്. അല്ലെങ്കിൽ what are the conditions to be satisfied for using as a or? ഒരു ഓറായി യൂസ് ചെയ്യണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട നിയമങ്ങൾ ഏതൊക്കെയാണ്? അതിന്റെ ഉത്തരം ഇത് തന്നെയാണ്. ക്വസ്റ്റ്യനുകൾ എങ്ങനെ വേണം ചോദിക്കാം, പക്ഷെ ആൻസർ സെയിം ആണ്. പറഞ്ഞത് മനസ്സിലായല്ലോ? ഒരു മിനറൽ ഓറാകണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട 4 പോയിന്റുകൾ ഓർക്കുക. 1 അബണ്ടന്റ് ആയിരിക്കണം, 2 ഈസിലി സെപ്പറബിൾ ആയിരിക്കണം, 3 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലോ ആയിരിക്കണം, 4 ഹൈ മെറ്റൽ കണ്ടന്റ് ആയിരിക്കണം. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. മെറ്റലർജി എന്താണെന്ന് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് പഠിച്ചത് മെറ്റലർജിയിലെ എന്താണ് മെറ്റലർജി എന്ന് പഠിച്ചു. മിനറൽ എന്താണെന്ന് പഠിച്ചു. ഓർ എന്താണെന്ന് പഠിച്ചു. പിന്നീട് പഠിച്ചത് എന്താണ്? ഒരു മിനറലിനെ ഒരു ഓറായി ഉപയോഗിക്കണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയെന്ന് പഠിച്ചു. കുറച്ച് മിനറലുകൾക്ക് എക്സാമ്പിളുകൾ, അതിന്റെ ഫോർമുലകളൊക്കെ പഠിച്ചു. അത് ഓർത്ത് വച്ചേക്കുക. മാച്ച് ദ ഫോളോയിങ് എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മെറ്റലിനെ അതിൻ്റെ ഓറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയെന്നാണ്. എങ്ങനെയാണ് ഒരു മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്? 3 സ്റ്റെപ്പുകൾ വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. 2 എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. 2 എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ. 3 റിഫൈനിങ് ഓഫ് മെറ്റൽ. 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒരു മെറ്റലിനെ അതിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും, അതിൻ്റെ ഓറിൽ നിന്നും, അതിൻ്റെ അയിരിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? 1 കോൺസെൻട്രേഷൻ ഓഫ് ഓർ. 2 എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ. 3 റിഫൈനിങ് ഓഫ് മെറ്റൽ. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ അയൺ ആണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അയൺ ഞാൻ കുഴിച്ചെടുക്കുന്നു. അയൺ കുഴിച്ചെടുക്കുന്നത് ഏതിന്റെ രൂപത്തിലാണ്? ഹേമറ്റൈറ്റിന്റെ രൂപത്തിലാണ് എന്ന് വിചാരിക്കുക. ഹേമറ്റൈറ്റിന്റെ രൂപത്തിൽ ഞാൻ അയണിനെ കുഴിച്ചെടുക്കുന്നു. ഹേമറ്റൈറ്റിന്റെ ഫോർമുല എന്താണ്? Fe2O3 ആണ് ഹേമറ്റൈറ്റിന് എന്ന് പറയുന്നത് ഫോർമുല. അപ്പൊ ഞാൻ ഇതിനെ കുഴിച്ചെടുക്കുമ്പോൾ അതിന്റെ കൂടെ ഇമ്പ്യൂരിറ്റീസ് കാണും. മണ്ണ്, മണല്, ചെളിയൊക്കെ കാണും. അപ്പൊ അതിനെ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ സെപ്പറേറ്റ് ചെയ്യണം. ആ പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പൊ എന്താ കോൺസെൻട്രേഷൻ ഓഫ് ഓർ? The process of removing impurities.
The process of removing impurities from its ore is called concentration of ore. ഒരു ഓറിൽ നിന്നും അതിലെ അഴുക്ക വസ്തുക്കളെ ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. പറഞ്ഞ മനസ്സിലായല്ലോ എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ? ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ഇറ്റ്സ് ഓർ ഈസ് കാൾഡ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഹെമറ്റൈറ്റ് കുഴിച്ചെടുത്തു, അതിൽ നിന്ന് അതിന്റെ എന്തിനെ കളഞ്ഞു? ഇമ്പ്യൂരിറ്റീസിനെ കളഞ്ഞു. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ എനിക്ക് Fe2O3 കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ Fe2O3 നിന്നും ഈ Fe സെപ്പറേറ്റ് ചെയ്തെടുക്കണം അല്ലേ? ഈ ഹെമറ്റൈറ്റിൽ നിന്നും എനിക്ക് Fe സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എനിക്ക് മെറ്റലാണ് വേണ്ടത്, Fe2O3 അല്ല വേണ്ടത്. വേണ്ടത് ഏതാണ്? Fe ആണ് വേണ്ടത്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാക്ഷൻ. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ. എക്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്നു. ഏതിൽ നിന്ന്? അതിന്റെ ഓറിൽ നിന്ന്. Fe2O3 മനസ്സിലായല്ലോ. Fe2O3 is called ore. ആ ഓറിൽ നിന്നും Fe എന്ന് പറയുന്ന മെറ്റലിനെ മാത്രം വലിച്ചെടുക്കും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ. ഒരു ഓറിൽ നിന്നും മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക പല പല സ്റ്റെപ്പുകൾ ഉപയോഗിക്കും. ആ സ്റ്റെപ്പുകളെല്ലാം കൂടെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ. മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയത്? Fe കിട്ടി. പക്ഷേ ഈ Fe പ്യുവർ ആയിരിക്കില്ല, ശുദ്ധമായ അയൺ ആയിരിക്കില്ല. അതിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും? ഇവിടെ പ്യൂരിഫൈ ചെയ്യും. അങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിന് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഓഫ് എ മെറ്റൽ, ഒരു മെറ്റലിനെ അവസാനമായി പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. അപ്പൊ എന്താണ് റിഫൈനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മെറ്റലിനെ അവസാനമായി പ്യൂരിഫൈ ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. ഈ 3 പോയിന്റുകൾ ഓർത്തിരിക്കുക. കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. വാട്ട് ഇസ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ? ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം an ore is called concentration of ore. ഇനി എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ എന്താണ്? ഒരു ഓറിൽ നിന്ന് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ. ഇനി എന്താണ് റിഫൈനിങ് ഓഫ് മെറ്റൽ? ഒരു മെറ്റലിനെ അവസാനമായി പ്യൂരിഫൈ ചെയ്യുന്നു. ദ ഫൈനൽ സ്റ്റേജ് ഓഫ് പ്യൂരിഫിക്കേഷൻ ഈസ് കാൾഡ് റിഫൈനിങ് ഓഫ് മെറ്റൽ. ഇംഗ്ലീഷിൽ 3 ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞു നോക്കൂ. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മെറ്റലർജി ഈസ് കാൾഡ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. മെറ്റലർജി എന്ന് പറയുന്ന പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ഓർ. ഒരു ഓറിൽ നിന്നും അവയിലെ ഇമ്പ്യൂരിറ്റീസിനെ വേർതിരിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ദെൻ ആ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നും ഇമ്പ്യൂരിറ്റീസ് മാറ്റിയ ഓറിൽ നിന്നും അതിലെ മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ. ഇനി മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ പിന്നെയും പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഫൈനിങ് ഓഫ് മെറ്റൽ. ക്ലിയർ അല്ലേ? ഇനി ഒരു വാക്കും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമ്മൾ ഒരു ഓറിനെ കുഴിച്ചെടുത്താൽ ഉടനെ തന്നെ അതിനെ പൊടിച്ച് പപ്പട പരുവാക്കും. ആ പൊടിക്കുന്ന ആ മെറ്റലിനെ പൊടിച്ച് പൗഡർ ഫോമിൽ, ആ ഓറിനെ പൊടിച്ച് പൗഡർ ഫോമിലാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഓറിനെ പൗഡർ ഫോമിലാക്കുന്ന അല്ലെങ്കിൽ പൗഡറിങ് ഓഫ് ഓർ ഈസ് കാൾഡ് പൾവറൈസേഷൻ. ഓർത്ത് വയ്ക്കുക, എന്താണ് പൾവറൈസേഷൻ? പൾവറൈസേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ദ ഓവറോൾ പ്രോസസ് അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് പൗഡറിങ് ഓഫ് ആൻ ഓർ ഇസ് കാൾഡ് പൾവറൈസേഷൻ. ഒരു ഓറിനെ പൊടിച്ച് പൗഡർ രൂപത്തിലാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പൾവറൈസേഷൻ. അതുവഴി കിട്ടുന്ന ഓറിനെ വിളിക്കുന്ന പേരാണ് പൾവറൈസ്ഡ് ഓർ. എന്താണ്? പൾവറൈസ്ഡ് ഓർ. ഇങ്ങനെ കിട്ടിയ ഓറാണ് നമ്മൾ ഈ 3 സ്റ്റെപ്പുകൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഓർ, റിഫൈനിങ് ഓഫ് മെറ്റൽ, ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന പ്രോസസ് പൾവറൈസേഷൻ. പൾവറൈസേഷൻ ഈസ് ദ പ്രൊഡക്ഷൻ, പൗഡറിംഗ് ഓഫ് ആൻ ഓർ ഈസ് കാൾഡ് പൾവറൈസേഷൻ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ മെറ്റലർജിയെ 3 സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ഓർ. എന്താണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ? കോൺസെൻട്രേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഓറിൽ നിന്നും ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ദ പ്രോസസ്
in process by which the impurities from an ore is removed is called concentration of ore. കോൺസെൻട്രേഷൻ ഓഫ് ഓറിനെ 2-3 ടൈപ്പ് ഉണ്ട്. ഒരു ഓറിൽ നിന്നും ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകൾ തന്നെ 2-3 തരത്തിലാണ്. ഒന്ന് ഗ്രാവിറ്റി സെപ്പറേഷൻ അല്ലെങ്കിൽ ലെവിഗേഷൻ. ഗ്രാവിറ്റി സെപ്പറേഷൻ അല്ലെങ്കിൽ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. അപ്പോൾ ഒരു ഓറിനെ കോൺസെൻട്രേഷൻ നടത്തുന്ന, ഒരു ഓറിനെ പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡുകളുടെ പേരുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് ഗ്രാവിറ്റി സെപ്പറേഷൻ അല്ലെങ്കിൽ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. രണ്ടാമത്തെ മെത്തേഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ. രണ്ടാമത്തെ ഓറിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുന്ന രണ്ടാമത്തെ മെത്തേഡ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മൂന്നാമത്തെ മെത്തേഡ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. നാലാമത്തെ മെത്തേഡ് ലീച്ചിങ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഈ 4 പ്രോസസ്സുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഓറിനെ കോൺസെൻട്രേഷൻ നടത്തുന്ന, ഒരു ഓറിൽ നിന്നും ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുന്ന 4 ഡിഫറൻറ്റ് കോൺസെൻട്രേഷൻ ടെക്നിക്സ് എന്തൊക്കെയാണ്? ഒന്ന് ഗ്രാവിറ്റി സെപ്പറേഷൻ, അല്ലെങ്കിൽ വേറൊരു പേര് ലെവിഗേഷൻ, അല്ലെങ്കിൽ വേറൊരു പേര് ഹൈഡ്രോളിക് വാഷിംഗ്. 2 മാഗ്നറ്റിക് സെപ്പറേഷൻ. 3 ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. 4 ലീച്ചിങ്. ഓക്കെ, നോക്കാം നമുക്ക്. ആദ്യത്തെ മെത്തേഡ് ഗ്രാവിറ്റി സെപ്പറേഷൻ അഥവാ ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ്. നമ്മളൊരു ഓറിനെ കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഓറിനെ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം പൊടിക്കും. ആ പൊടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. എന്താണ്? പൾവറൈസേഷൻ, അല്ലേ? പൾവറൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ഒരു ഓറിനെ പൊടിക്കുന്ന രീതി. ആ പൊടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓറിനെ പൊടിച്ച ഓറിനെ നമ്മൾ നന്നായിട്ട് ടാപ്പ് വെള്ളത്തിൽ കഴുകും, അല്ലെങ്കിൽ ഫ്ലോ ഓഫ് വാട്ടർ, കറണ്ട് ഓഫ് വാട്ടറിൽ കഴുകും. നല്ല ശക്തിയായിട്ട് ഓറെടുത്തതിന് ശേഷം അതിലേക്ക് ശക്തിയായിട്ട് വെള്ളം അടിക്കും. ഓസിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും നല്ല ഫോഴ്സിൽ വെള്ളം അടിക്കുമ്പോൾ എന്ത് പറ്റും? ഇതിലുള്ള ചെറിയ അഴുക്ക് അല്ലെങ്കിൽ ചെറിയ ഇമ്പ്യൂരിറ്റീസ് അതെല്ലാം വെള്ളത്തിന്റെ കൂടെ ഒലിച്ചങ്ങ് പോകും. ബാക്കി ഇവിടെ കനം കൂടിയ, വെയിറ്റ് കൂടിയ, ഡെൻസിറ്റി കൂടിയ ഓറ് മാത്രം അവശേഷിക്കും. പറയുന്ന രീതി മനസ്സിലായല്ലോ? കുറച്ച് ഓറിനെ ഞാൻ എടുക്കുന്നു, കയ്യിലൊന്നും അല്ല എടുക്കുന്ന, ടാങ്കിൽ ഒക്കെയാണ് എടുക്കുന്നത്, അല്ലേ? വലിയ അളവിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി അങ്ങനെ പറയുന്നതേ ഉള്ളൂ. എന്താണ്? കുറച്ച് ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ ഫ്ലോ ഓഫ് വാട്ടർ. ടാപ്പ് വാട്ടർ എന്ന് എഴുതേണ്ട, കറണ്ട് ഓഫ് വാട്ടർ എന്ന് എഴുതിയാൽ മതി. കറണ്ട് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? വെള്ളത്തിന്റെ പ്രവാഹം, ഒഴുക്ക്. ശക്തിയായിട്ട് വെള്ളം ഓറിലേക്ക് ഒരു വലിയ കണ്ടെയ്നറിൽ ഓറ് പൊടിച്ചിടുക. ഓറിനകത്ത് ഓറും ഉണ്ട്, പിന്നെ എന്തുകൊണ്ടേ? ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. ശക്തിയായിട്ട് ഇതിലേക്ക് വാട്ടർ പമ്പ് ചെയ്യുമ്പോൾ ഈ വാട്ടർ ഇതിനകത്ത് കയറി ഇതിലുള്ള ചെറിയ ഇമ്പ്യൂരിറ്റീസ്, ലൈറ്റർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ, ഡെൻസിറ്റി കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസിനെ വെള്ളത്തിന്റെ കൂടെ അതങ്ങ് ഒലിച്ചങ്ങ് പോകും. വെള്ളത്തിന്റെ കറണ്ട് അല്ലെങ്കിൽ ഫ്ലോ ഇതിലുള്ള ലൈറ്റർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ കൊണ്ടങ്ങ് പോകും. ഹെവിയർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾ മാത്രം ആ ടാങ്കിനുള്ളിൽ അവശേഷിക്കും. ഡെൻസിറ്റി കൂടിയ ഓർ പാർട്ടിക്കിളുകളെ ഡെൻസിറ്റി കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന്, ലൈറ്റർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഹെവിയർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിളുകളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഹൈഡ്രോളിക് വാഷിംഗ്. വെള്ളത്തിൽ കഴുകുന്നു, കറണ്ട് ഓഫ് വാട്ടറിൽ കഴുകുന്നു. വേറൊരു പേരെന്താണ്? ലെവിഗേഷൻ. വേറൊരു പേരെന്താണ്? ഗ്രാവിറ്റി സെപ്പറേഷൻ. മനസ്സിലായല്ലോ? ഓറിനെ നമ്മൾ പൊടിച്ചതിന് ശേഷം ശക്തമായ ജലപ്രവാഹത്തിൽ കഴുകുന്നു, കറണ്ട് ഓഫ് വാട്ടറിൽ കഴുകുമ്പോൾ ലൈറ്റർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ആ വെള്ളത്തിനോടൊപ്പം ഒലിച്ചു പോകുന്നു. ഹെവിയർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾ അവിടെ അവശേഷിക്കുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോളിക് വാഷിംഗ് അഥവാ ലെവിഗേഷൻ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ അത് ബുദ്ധിമുട്ടില്ല. ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് നമ്മൾ കിടക്കുന്നു. ഒരു ഓറിൽ നിന്നും അതിലെ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മെത്തേഡ്, അതിന്റെ പേരെന്താണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. നോക്കുക, ശ്രദ്ധിക്കുക. ഈ മാഗ്നറ്റിക് സെപ്പറേഷന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അതിന്റെ പടം ഞാൻ വരയ്ക്കാം. നോക്കുക, ഇവിടെ 2 റോളറുകളാണ്. നിങ്ങൾ മില്ലിലൊക്കെ പോയി കാണും, അല്ലെ? മില്ലിലൊക്കെ പോകുമ്പോൾ അവിടെ അരി പൊടിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ അവര് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. റോളർ എന്നാണ് അവനെ വിളിക്കുന്നത്. അതിൽ ഒരു ബെൽറ്റ് പിടിച്ച് അവരിടും.
ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. മില്ലിൽ ഒക്കെ അരി പൊടിക്കാൻ അല്ലെങ്കിൽ മുളക് പൊടിക്കാനൊക്കെ പോകുമ്പോൾ മില്ലിലൊക്കെ പോകുമ്പോൾ അവര് രണ്ട് പുള്ളികൾ കാണും, രണ്ട് കറങ്ങുന്ന ചക്രങ്ങൾ കാണും. അതിലെന്ത് ചെയ്യും, ഒരു ബെൽറ്റ് പിടിച്ചിടും. ആ ബെൽറ്റിനെ വിളിക്കുന്ന പേരാണ് കൺവെയർ ബെൽറ്റ്. എന്താണ് കൺവെയർ ബെൽറ്റ്? കൺവെയർ ബെൽറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് ചക്രങ്ങൾ, ഇരുമ്പ് ചക്രങ്ങളുണ്ട്. അതിന് മുകളിൽ രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബെൽറ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ബെൽറ്റിന്റെ പ്രത്യേകത ദാറ്റ് ഇസ് മാഗ്നറ്റിക്. ആ ബെൽറ്റിനെ വിളിക്കുന്ന പേര് കൺവെയർ ബെൽറ്റ് എന്നാണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഇസ് മാഗ്നറ്റിക്. അതായത് മാഗ്നറ്റിക് സ്വഭാവമുള്ള, കാന്തിക സ്വഭാവമുള്ള വസ്തുക്കളെ ഇത് അട്രാക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് എന്റെ ഓറും ഇമ്പ്യൂരിറ്റിയുടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇമ്പ്യൂരിറ്റി സെപ്പറേറ്റ് എടുത്ത് പൊടിച്ചു വെക്കുന്നല്ല, ഓർ എടുക്കുമ്പോൾ തന്നെ അതിൽ എന്ത് കാണുന്നത്, ഇമ്പ്യൂരിറ്റീസ് കാണും. അപ്പൊ ഓറും ഇമ്പ്യൂരിറ്റീസൊക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്യും, ഇതിന്റെ മുകളിൽ നിന്ന് പൊടിച്ച് പൾവറൈസേഷൻ നടത്തി വെച്ചിരിക്കുന്ന, പൊടിച്ചു വെച്ചിരിക്കുന്ന ഓറും ഇമ്പ്യൂരിറ്റീസും കൂടെ ഇതിന്റെ മുകളിൽ താഴോട്ടിടുമ്പോൾ നിങ്ങൾക്ക് അറിയാം, താഴോട്ട് ഇത് വീഴുന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബെൽറ്റ് ഇങ്ങനെ ശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ആപ്പ് കിടക്കും, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും തടസ്സമൊക്കെ ഉണ്ട്. ഇവിടം വരെ എന്ത് വന്നാലും ഇവിടം വരെ പോകത്തുള്ളൂ, ബാക്കി ബെൽറ്റ് മാത്രമേ മൂവ് ചെയ്ത് പോകത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഇതിങ്ങനെ വീണോണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റൂടെ, നിങ്ങൾ പറ. ഈ ബെൽറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഈ സാധനങ്ങളെല്ലാം കൂടെ മൂവ് ചെയ്യും അല്ലേ. മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇതില് ഈ ഓർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്വഭാവം കാണിക്കുന്നതാണെന്ന് വിചാരിക്കുക. ഓർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്വഭാവം കാണിക്കുന്നതാണ്. ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് മാഗ്നറ്റിക് അല്ലാത്തതാണ്. എന്താ അതിന്റെ പ്രത്യേകത? ഓർ മാഗ്നറ്റിക്കും ഇമ്പ്യൂരിറ്റി നോൺ മാഗ്നറ്റിക് ആണെന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ബെൽറ്റിന്റെ പ്രത്യേകത എന്താണ്. സാധാരണ റബ്ബർ ബെൽറ്റ് അല്ല. ഈ ബെൽറ്റ് എന്ന് പറയുന്നത് കാന്തിക സ്വഭാവമുള്ള, മാഗ്നറ്റിക് സ്വഭാവമുള്ളതാണ്. അതായത് എന്തെങ്കിലും മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കുന്നതാണെങ്കിൽ അത് ഇതങ്ങ് അട്രാക്ട് ചെയ്യും, അത് ഈ ബെൽറ്റിലും ഒട്ടിപ്പിടിക്കും അല്ലെ. അപ്പൊ ഇതിങ്ങനെ വീണോണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ ശക്തമായി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടം വരെ എത്തുമ്പോഴേക്ക് ഇമ്പ്യൂരിറ്റീസ് എല്ലാം കൂടെ തെറിച്ചു പോകും. ഇമ്പ്യൂരിറ്റീസ് ഇതിൽ അട്രാക്ട് ചെയ്തിരിക്കത്തില്ല. ബാക്കി ഇതിൽ ഓർ ഒട്ടിപ്പിടിച്ചിരിക്കും അല്ലെ. ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഓർ ഈ ബെൽറ്റിനോടൊപ്പം കറങ്ങി, ബെൽറ്റ് താഴോട്ട് കറങ്ങുമ്പോൾ ബെൽറ്റിനോടൊപ്പം കറങ്ങി ഇവിടെ ഇനി എത്തുമ്പോഴേക്കും ഇനി പോകാൻ പറ്റത്തില്ല. ഇവിടെ ഒന്ന് തട്ടി, ഒരു തടസ്സമാണ്. അപ്പൊ ആ തടസ്സം ഞാൻ എന്ത് ചെയ്യൂടെ, അത് താഴോട്ട് ഒന്ന് വീഴും. ഇവിടെ എന്തെങ്കിലും ഒരു കണ്ടെയ്നർ വെച്ചു കൊടുക്കും. അപ്പൊ അതിനകത്തേക്ക് ഈ ഓർ ഒന്ന് വീഴും. അപ്പൊ ഇമ്പ്യൂരിറ്റി തെറിച്ചു പോയി, ഓർ മാത്രം അതിലൂടെ കറങ്ങി ഇവിടെ വന്നു. അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട്, ഒരു തടസ്സം ഉള്ളതുകൊണ്ട് താഴോട്ട് വന്ന് വീഴുന്നു. അതിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ഓർ മാറി, ഇമ്പ്യൂരിറ്റി മാറി. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഒരു മാഗ്നറ്റിക് സ്വഭാവമുള്ള ഓറിനെ മാഗ്നറ്റിക് സ്വഭാവമില്ലാത്ത ഇമ്പ്യൂരിറ്റിയിൽ നിന്നും, മാഗ്നറ്റിക് ആയിട്ടുള്ള ഓറിനെ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഒന്നും കൂടി, മാഗ്നറ്റിക് ആയിട്ടുള്ള ഓറിനെ മാഗ്നറ്റിക് അല്ലാത്ത ഇമ്പ്യൂരിറ്റിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷന് വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണ്, രണ്ട് ചക്രങ്ങളുണ്ട്, എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് ചക്രങ്ങളുണ്ട്, രണ്ട് റോളേഴ്സ് ഉണ്ട്. ആ റോളേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കൺവെയർ ബെൽറ്റ്, ഒരു മാഗ്നറ്റിക് സ്വഭാവമുള്ള ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റിന്റെ പ്രത്യേകത അത് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന്റെ ഒരറ്റത്ത് നിന്ന് ഞാൻ ഓറും ഇമ്പ്യൂരിറ്റിയും കൂടെ എടുത്ത് ഒരു കണ്ടെയ്നറിൽ എടുത്ത് അതിലേക്ക് ഇടുന്നു, പൊടിച്ചാണ് ഇടുന്നത്. അപ്പൊ രണ്ടും ഈ ബെൽറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്ത് ഒരു പരിധി വരെ എത്തുമ്പോൾ എന്ത് പറ്റും, ഇമ്പ്യൂരിറ്റീസ് തെളിച്ചു പോകും. ഓർ അതിൽ ഒട്ടിപ്പിടിച്ച് താഴേക്ക് വരികയും ആ ഓറിനെ ഇവിടെയുള്ള തടസ്സം തടയുകയും ആ ഓറിനെ ഇവിടെ കളക്ട് ചെയ്തെടുക്കുകയും ചെയ്യും. എന്തുകൊണ്ട് ഓർ ഇതിൽ ഒട്ടിപ്പിടിച്ചത്, ഈ ബെൽറ്റിന്റെ പ്രത്യേകത, ആ ഒരു ഓർ എന്ന് പറയുന്നത് മാഗ്നറ്റിക് സ്വഭാവം കാണിക്കുന്നതാണ്. മാഗ്നറ്റിക് സ്വഭാവം കാണിക്കുന്നത് കൊണ്ട് ആ ഓർ ഇതിൽ ഒട്ടിപ്പിടിക്കും. അതിന് നമ്മൾ ഇവിടെ വഴി കളക്ട് ചെയ്തെടുക്കും. ഇമ്പ്യൂരിറ്റീസ് ഇവിടെ നിന്ന് തെറിച്ചങ്ങ് പോകും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഓറിനെ മാഗ്നറ്റിക് അല്ലാത്ത ഇമ്പ്യൂരിറ്റിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇത് മിക്കവാറും എല്ലാം അയണിന്റെ ഓറുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, അയണല്ലേ ഇരുമ്പല്ലേ കാന്തിക സ്വഭാവം കാണിക്കുന്നത്, മാഗ്നറ്റിക് സ്വഭാവം കാണിക്കുന്നത്. അപ്പോൾ ഇരുമ്പിന്റെ ഓറിനെ ബാക്കിയുള്ളവയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ രണ്ട് മെത്തേഡുകൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ മെത്തേഡ് ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് അഥവാ ഗ്രാവിറ്റി സെപ്പറേഷൻ എന്ന് പറയും. അവിടെ ലൈറ്റർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ, കനം കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസിനെ കനം കൂടിയ ഓർ പാർട്ട്, ഹെവിയർ ആയിട്ടുള്ള ഓർ പാർട്ടുകളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഡെൻസിറ്റി കൂടിയ ഓറിനെ ഡെൻസിറ്റി കുറഞ്ഞ ഇമ്പ്യൂരിറ്റീസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡിനെയും വിളിക്കുന്ന പേര്
ഹൈഡ്രോളിക് വാഷിംഗ് എന്നാണ്. ഇനി ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഓറിനെ നോൺ മാഗ്നറ്റിക് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയും. ഇനി നമ്മൾ മൂന്നാമത് പഠിക്കാൻ പോകുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് പഠിക്കാൻ പോകുന്നത്. സൾഫർ അടങ്ങിയ ഓറുകളെ, സൾഫൈഡ് ഓറുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വൃത്തിയാക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സൾഫർ അടങ്ങിയ ഓറുകളെ വിളിക്കുന്ന പേരാണ് സൾഫൈഡ് ഓറുകൾ. സൾഫൈഡ് ഓറുകളെ അവയുടെ ഇമ്പ്യൂരിറ്റീസിൽ നിന്നും അവയുടെ മാലിന്യങ്ങളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സൾഫർ അടങ്ങിയ ഓറുകളെ വിളിക്കുന്ന പേരാണ് സൾഫൈഡ് ഓറുകൾ. എക്സാമ്പിൾ കോപ്പർ സൾഫൈഡ്, കോപ്പർ ഗ്ലാൻസ്. നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടോ? കോപ്പർ ഗ്ലാൻസ് ഫോർമുല എന്താണ്? Cu2S. അയൺ പൈറൈറ്റ് Fe2S. ഇങ്ങനെയുള്ള ഓറുകളെ അവയിൽ നിന്നും ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അപ്പൊ ഇതിനു വേണ്ടി, ഇത് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റേറ്റ് പഠിച്ച കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. CBSEക്ക് ആ ടോപ്പിക് ഇല്ലായിരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഒരു കണ്ടെയ്നർ എടുക്കും. ആ കണ്ടെയ്നറിന്റെ ഉള്ളിൽ നമ്മൾ ഈ വാട്ടർ ഏതൊക്കെ എടുക്കും? വാട്ടർ പ്ലസ് ഓർ കണ്ടെയ്നിങ് ഇമ്പ്യൂരിറ്റീസ്. ഓറും ഇമ്പ്യൂരിറ്റീസോടെ ചേർത്തതും വലുതായിട്ട് വരയ്ക്കാം. ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഒരു വലിയ കണ്ടെയ്നർ, അതിനകത്ത് ഏതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്? വാട്ടർ എടുക്കണം, പ്ലസ് ഓർ പ്ലസ് ഇമ്പ്യൂരിറ്റീസ്. ഓർ പ്ലസ് ഇമ്പ്യൂരിറ്റീസ് നമ്മൾ പ്രത്യേകിച്ച് എടുക്കുന്നു വേണ്ട. ഓറിന്റെ അകത്ത് ഏത് കാണും? ഇവിടെ ഇമ്പ്യൂരിറ്റീസ് കാണും. പിന്നെ പൈനോയിൽ, ഓക്കെ, ഇത്രയും സാധനങ്ങൾ എടുക്കുക. അനിലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കൂടെ എടുക്കുക. അപ്പൊ ഈ 4 സാധനോടെ ഒരു കണ്ടെയ്നറിനുള്ളിൽ എടുക്കുക. അതിനുശേഷം ഇതിനുള്ളിലേക്ക് ഒരു ടർബൈൻ വയ്ക്കും. ടർബൈൻ എന്ന് പറഞ്ഞാൽ ജലചക്രം. എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഇപ്പോഴും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എപ്പോഴും അജിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു എന്തെടുക്കുക? ഒരു ടർബൈൻ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് എപ്പോഴും നമ്മൾ അതിനുള്ളിലേക്ക് ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഓക്സിജൻ ഗ്യാസ് വരുമ്പോൾ ശക്തിയായിട്ടാണ് ഓക്സിജൻ ഗ്യാസ് അടിക്കുന്നത്. ഗ്യാസ് അടിക്കുമ്പോൾ ഈ ടർബൈൻ കിടന്ന് ശക്തിയായിട്ട് കറങ്ങും. ജലചക്രം കിടന്ന് ശക്തിയായിട്ട് കറങ്ങും. ഓക്കെ, അപ്പൊ നോക്കുക. ഇതിനുള്ളില് വാട്ടർ, ഓറുണ്ട്. ഓറിന്റെ കൂടെ എന്തുണ്ട്? ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. പിന്നെ എന്തുണ്ട്? പൈനോയിൽ ചേർക്കുന്നു. പിന്നെ അതുവരെ കൂടെ അനിലിൻ ചേർക്കും. ഓക്കെ, അനിലിൻ ചേർത്തതിന് ശേഷം നമ്മൾ ഇതിനെ ശക്തിയായിട്ട് കറക്കും. ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ ഈ ടർബൈൻ കിടന്ന് ഭയങ്കര ശക്തിയായിട്ട് കറങ്ങുന്ന സമയത്ത് പൈനോയിലിന്റെ പ്രത്യേകത, ഇത് ഫ്രോത്ത് ഉണ്ടാക്കുന്നതാണ്, പതയുണ്ടാക്കുന്ന വസ്തുവാണ് എന്ന് പറയുന്നത് പൈനോയിൽ. അപ്പൊ ഇത് കടന്ന് ഇങ്ങനെ ശക്തിയായിട്ട് കറങ്ങുമ്പോൾ ഇതിന്റെ സർഫസിൽ എന്തുണ്ടാവും? ഇവിടെ പത ഉണ്ടാവും. ഫ്രോത്ത്, പതയെ വിളിക്കുന്ന ഇംഗ്ലീഷ് പേരാണെന്ന് പറയുന്നത് ഫ്രോത്ത് ഉണ്ടാവും. പത ഉണ്ടാവുമ്പോൾ ഇനി നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ഉടുപ്പ് എടുത്ത് വെള്ളത്തിലിടുന്നു. ഞാനതിനെ മുക്കുന്നൊന്നുമില്ല. ഉടുപ്പെടുത്ത് വെള്ളത്തിൽ മണ്ടലിടുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? അതിനുള്ളിലേക്ക് വെള്ളം കയറും. വെള്ളം കയറിയാൽ ഉടുപ്പിന്റെ ഭാരം കൂടും. ആ ഉടുപ്പ് താന്നങ്ങ് പോകും. ആദ്യം ഉടുപ്പ് വെള്ളത്തിന് മണ്ടലായിരിക്കും കിടക്കുന്നത്. ഉടുപ്പ് വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്ത് അതിലേക്ക് ഉടുപ്പിടുക. ഉടുപ്പിലേക്ക് വെള്ളം നനഞ്ഞ് തുടങ്ങുമ്പോൾ അതിന്റെ ഭാരം കൂടുമ്പോൾ ആ സാധനം ഉടുപ്പ് താന്ന് പോകും. ബക്കറ്റിനടിയിലോട്ട് താന്നു പോകും. നിങ്ങൾ കാണുന്ന കാഴ്ചയാണത്. എല്ലാ ദിവസവും കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ അതേപോലെ ഏതെങ്കിലും ഒരു വസ്തുവിൽ വാട്ടർ കയറി കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് കൂടുമെന്നും ആ വെയിറ്റ് കൂടിയ വസ്തു വെള്ളത്തിനടിയിലേക്ക് താഴേക്ക് താന്നു പോകുമെന്നും നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവിടെ നോക്കുക. ഇവിടെ നമ്മുടെ കയ്യിൽ 2 വസ്തുക്കളാണ് ഉണ്ടായിരുന്നത്. ഓറും ഇമ്പ്യൂരിറ്റീസുമാണ് ഉണ്ടായിരുന്നത്. ഇത് രണ്ടുകൂടെ മിക്സ് ചെയ്താണ് ഇവിടെ എടുത്തത്. ഇനി ഓറും ഇമ്പ്യൂരിറ്റീസും എടുത്തിട്ട് നമ്മൾ ഇതിനെന്ത് ചെയ്തു? ശക്തിയായിട്ട് അജിറ്റേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ശക്തിയായിട്ട് ഈ വെള്ളത്തിൽ പതച്ചു, അല്ലേ? പതച്ചപ്പോൾ മുകളിൽ പൈനോയിൽ ഉള്ളതുകൊണ്ട് മുകളിൽ ഇതിന്റെ സർഫസിൽ എന്തുണ്ടായി? പത ഉണ്ടാകുന്ന സമയത്ത് ഈ ഇമ്പ്യൂരിറ്റിയുടെ പ്രത്യേകത
ഇതിനെ ഈ ഇമ്പ്യൂരിറ്റിയുടെ ഓറിന്റെ പ്രത്യേകത ഓർത്ത് വെച്ചോണം. ഓർ ഈസ് നോട്ട് വെറ്റ് ബൈ വാട്ടർ. ഓറിനുള്ളിലേക്ക് എന്ത് കയറത്തില്ല? വാട്ടർ കയറത്തില്ല. ഇമ്പ്യൂരിറ്റി ഈസ് വെറ്റ് ബൈ വാട്ടർ. ഇമ്പ്യൂരിറ്റിയുടെ ഉള്ളിൽ ആര് കയറും? വാട്ടർ കയറും. അപ്പൊ എന്ത് പറ്റും? ആരുടെ ഉള്ളിലോട്ട് വെള്ളം കയറുന്നു എന്ന് ഞാൻ പറഞ്ഞു? ഇമ്പ്യൂരിറ്റിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റിയുടെ വെയിറ്റ് എന്ത് ചെയ്യും? കൂടും. വെയിറ്റ് കൂടി കഴിഞ്ഞാൽ ഇമ്പ്യൂരിറ്റി താഴെ പോകും. ഓർ പാർട്ടിക്കിളിന് വെയിറ്റ് കുറവാണ്. ഓറിന് ആരും വെള്ളമൊന്നും കയറത്തില്ല. വെയിറ്റ് കുറവാണെങ്കിൽ അത് ഇതിന്റെ കൂടെ വന്ന് കിടക്കും. ഇതിന്റെ കൂടെ ഓർ പാർട്ടിക്കിൾ കൂടെ വന്ന് കിടക്കും. ഓർ പാർട്ടിക്കിൾസ് ഏതിന്റെ കൂടെ വന്ന് കിടക്കും? ആ പതയുടെ കൂടെ വന്ന് കിടക്കും. ആ ഫ്രോത്തിന്റെ കൂടെ. ഏതിന്റെ ഫ്രോത്തിന്റെ കൂടെ വന്ന് കിടക്കും? പൈനോയിലിന്റെ ഫ്രോത്തിന്റെ കൂടെ വന്ന് കിടക്കും. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമ്മള് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഒന്നുകൂടെ ഞാൻ പറയാം. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത് സൾഫൈഡ് ഓറുകളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൾഫൈഡ് ഓറുകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൾഫർ അടങ്ങിയ ഓറുകളെ വിളിക്കുന്ന പേരാണ് സൾഫൈഡ് ഓറുകൾ. ഈ സൾഫൈഡ് ഓറുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയൊരു ടാങ്ക് എടുക്കുന്നു. ടാങ്കിനുള്ളിലേക്ക് നമ്മുടെ ഓറും ഇമ്പ്യൂരിറ്റീസും വാട്ടറും പൈനോയിലും അനിലിനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നു. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു? അജിറ്റേറ്റ് ചെയ്യുന്നു. ശക്തമായിട്ട് അതിനുള്ളിലേക്ക് ഇതിനുള്ളിലേക്ക് ടർബൈനുള്ളിലേക്ക് എയർ കടത്തി വിടുമ്പോൾ ഈ ജലചക്രം കിടന്ന് കറങ്ങും. ടർബൈൻ കിടന്ന് കറങ്ങുമ്പോൾ അതിന്റെ ഫലമായിട്ട് പൈനോയിൽ ഉണ്ടെങ്കിൽ പത ഉണ്ടാകും. പത ഉണ്ടാവുന്നത് കൊണ്ട് ആ പത വെയിറ്റ് കുറവാകുമ്പോൾ ഇതിന് മണ്ടയിൽ നിൽക്കും അല്ലേ? ഇനി ഓറും ഇമ്പ്യൂരിറ്റീസിനും വെച്ച് നോക്കുമ്പോൾ ആരുടെ ഉള്ളിലേക്കാണ് വെള്ളം കയറുന്നത്? ഇമ്പ്യൂരിറ്റീസിന്റെ ഉള്ളിൽ വെള്ളം കയറും. ഓറിന്റെ ഉള്ളിൽ വെള്ളം കയറൂല. വെള്ളം കയറുന്ന വസ്തുവിന് ഭാരം കൂടുകയും അത് താഴ്ന്നു പോവുകയും ചെയ്യും. അപ്പൊ ഇമ്പ്യൂരിറ്റി താഴ്ന്നു പോവും, ഓറ് പൊങ്ങിക്കിടക്കും. ഓറിന് ഭാരം കുറവാണ്. അപ്പൊ ഇവിടെ ഓറിന് ഡെൻസിറ്റി കുറവും ഇമ്പ്യൂരിറ്റിക്ക് ഡെൻസിറ്റി കൂടുതലുമാണ്. ഡെൻസിറ്റി കുറഞ്ഞ ഓറിനെ ഡെൻസിറ്റി കൂടിയ ഇമ്പ്യൂരിറ്റിയിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡിനെ വിളിക്കുന്ന പേര് എന്ത് തന്നെയാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്താണ്? ഡെൻസിറ്റി കുറഞ്ഞ ഓറിനെ ഡെൻസിറ്റി കൂടിയ ഇമ്പ്യൂരിറ്റി. ഞാൻ നേരത്തെ ഗ്രാവിറ്റി സെപ്പറേഷൻ അല്ലെങ്കിൽ ലെവിഗേഷൻ എന്ന് പറയുന്ന പ്രോസസ് പറഞ്ഞു. അവിടെ നേരെ തിരിച്ചാണ്. ഡെൻസിറ്റി കൂടിയത് ഓറിനും ഡെൻസിറ്റി കുറഞ്ഞത് ഇമ്പ്യൂരിറ്റീസിനുമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇമ്പ്യൂരിറ്റീസിന് ഡെൻസിറ്റി കൂടുതലും ഓറിന് ഡെൻസിറ്റി കുറവും. ഡെൻസിറ്റി കുറവാണ് പതയുടെ കൂടെ മുകളിൽ വന്ന് കിടക്കുന്നത്. അപ്പൊ ഈ പതയുടെ കൂടെ വന്ന് കിടക്കുന്ന ഓറിനെ ഞാൻ കളക്ട് ചെയ്തെടുക്കും. അപ്പൊ എന്റെ കയ്യിൽ എന്തുണ്ട്? പതയും ഉണ്ട്, പിന്നെ അതിന്റെ കൂടെ എന്തുണ്ട്? ഓറിന്റെ പാർട്ടിക്കിൾസും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഏതിനെ സെപ്പറേറ്റ് ചെയ്ത് കെമിക്കൽസ് എന്തെങ്കിലും പാസ് ചെയ്യുന്നു, എന്തെങ്കിലും റിയാക്ഷൻസ് എടുക്കുന്നു. ചുമ്മാ കുത്തിപ്പൊട്ടിക്കാനൊന്നും പറ്റത്തില്ല. ടൺ കണക്കിന് പതയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് എന്തെങ്കിലും കെമിക്കൽ ഇടുക. കെമിക്കൽ ഇടുമ്പോൾ ആ പതയെല്ലാം അങ്ങ് പോയി കിട്ടും. ബാക്കി നമുക്ക് എന്ത് മാത്രം കിട്ടും? ഓർ മാത്രം കിട്ടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇമ്പ്യൂരിറ്റി ഇവിടെ പൈനോയിലല്ലേ ഈ ഓറിനെ കളക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ പൈനോയിൽ, കാരണം പത എന്ന് പറയുന്ന പൈനോയിലാണ്. അപ്പൊ പൈനോയിലാണ് നമ്മുടെ ഓറിനെ കളക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് പൈനോയിലിനെ വിളിക്കുന്ന വേറൊരു പേരാണ് കളക്ടർ. ഓർത്ത് വെച്ചേക്കുക, എന്താണ് കളക്ടർ? പൈനോയിലാണ് കളക്ടർ എന്നറിയപ്പെടുന്നത്. കാരണം പൈനോയിൽ ഓറും ഇമ്പ്യൂരിറ്റീസും ചേർന്ന മിക്സറിൽ നിന്ന് ഓറിനെ നമുക്ക് കളക്ട് ചെയ്ത് തരുന്നു. സോ പൈനോയിൽ ഈസ് അതർവൈസ് കാൾഡ് കളക്ട്. ലൈറ്റർ ആയിട്ടുള്ള ഓറിൽ നിന്നും ഹെവിയർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ, ഡെൻസിറ്റി കുറഞ്ഞ ഓറിൽ നിന്നും ഡെൻസിറ്റി കൂടിയ ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സൾഫൈഡ് ഓറുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇനി ഞാൻ അനിലിൻ എന്ന് പറയുന്ന ഒരു വസ്തു ഇവിടെ പറഞ്ഞു അല്ലേ? അനിലിൻ എന്ന് പറയുന്ന വസ്തു എന്തിനാണ് നമ്മൾ ചേർത്ത്? അതിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. സാധാരണ പതയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് പൊട്ടി പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഓറിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഉണ്ടാവുന്ന ഫ്രോത്ത് പത അതേപോലെ അതേ സ്റ്റെബിലിറ്റിയോട് കൂടി അവസാനം വരെ നിൽക്കണം. അതേപോലെ നിലനിൽക്കണം. അതിന്റെ സ്റ്റെബിലിറ്റി ഇല്ലാതാവാൻ പാടില്ല. അതല്ലെങ്കിൽ ആ പത ഇല്ലാതാവാൻ പാടില്ല. പത അതേപോലെ ഫ്രോത്ത് അതേപോലെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് അനിലിൻ ചേർക്കുന്നത്. അനിലിൻ ഈസ് കാൾഡ് സ്റ്റെബിലൈസർ അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് ഏജന്റ്. അപ്പൊ എന്താണ് അനിലിന്റെ ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ മീനിങ് ഒന്നുമില്ല. ആ ഉണ്ടാവുന്ന ഫ്രോത്തിനെ അതേപോലെ തന്നെ പിടിച്ചു നിർത്തുക. ഫ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രോത്തിന്റെ കൂടെ ഓറിനെ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ? സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ഒരു ഓർ തന്നിട്ടുണ്ട്. ആ ഓറിന്റെ പ്രത്യേകത, അതിൽ സിങ്ക് സൾഫൈഡ് ഉണ്ട്, ലെഡ് സൾഫൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. അപ്പൊ നിങ്ങൾ ടീച്ചർ പറയും, ടീച്ചർ ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നു. ഏതൊക്കെയാണ്? സിങ്ക് സൾഫൈഡും ലെഡ് സൾഫൈഡും ഇമ്പ്യൂരിറ്റീസും സെപ്പറേറ്റ് നിങ്ങൾക്ക് പൊടിച്ച് തരുന്നു. എന്നിട്ട് നിങ്ങളുടെ പറയാണ് എന്ത് ചെയ്യുക? ഇതിൽ നിന്ന് സിങ്ക് സൾഫൈഡ് ലെഡ് സൾഫൈഡ് നമുക്ക് വേണം, ഇമ്പ്യൂരിറ്റി വേണ്ട, സെപ്പറേറ്റ് ചെയ്യുക.
അപ്പൊ നമുക്കറിയാം ഇതിൽ രണ്ടിൽ സൾഫർ ഉള്ളത് കൊണ്ട് ഈ സൾഫർ ഉള്ള മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി, സൾഫർ ഉള്ള ഈ രണ്ട് വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഏത് തന്നെയാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ തന്നെയാണ്, അല്ലേ? ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്, രണ്ട് സൾഫൈഡ് ഓറുകളുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ സൾഫർ ഉള്ള എല്ലാ കോമ്പൗണ്ടും ഈ പതയുടെ കൂടെ മുകളിൽ വന്ന് കിടക്കും, അല്ലേ? അപ്പൊ ഈ പ്രോസസ്സ് നടത്തുമ്പോൾ സിംഗിൾ സൾഫൈഡ് ഓറിന്റെ കൂടെ വന്ന് കിടക്കും, ലെഡ് സൾഫൈഡ് ഓറിന്റെ കൂടെ വന്ന് കിടക്കും. പതയുടെ കൂടെ സിംഗിൾ സൾഫൈഡ് വന്ന് കിടക്കും, ലെഡ് സൾഫൈഡ് വന്ന് കിടക്കും. ഇമ്പ്യൂരിറ്റി താഴെ പോയി കിടക്കും, അല്ലേ? പക്ഷെ നമ്മുടെ ടീച്ചർ പറഞ്ഞ എന്താണ്? സിംഗിൾ സൾഫൈഡിനെയും ലെഡ് സൾഫൈഡിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് വരാനാണ് പറഞ്ഞത്. ഇമ്പ്യൂരിറ്റി വേണ്ട, ഇമ്പ്യൂരിറ്റി കളഞ്ഞതിന് ശേഷം അതിൽ നിന്ന് സിംഗിൾ സൾഫൈഡും വേർതിരിക്കണം, ലെഡ് സൾഫൈഡും വേർതിരിക്കണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രണ്ട് സൾഫൈഡ് ഓറുകൾ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സൾഫൈഡ് ഓറുകൾ നിങ്ങൾക്ക് തരുന്ന കോമ്പൗണ്ടിൽ ഉണ്ട് എങ്കിൽ അതിനെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് NaCN എന്ന് പറയുന്ന ഒരു വസ്തു കൂടെ ആഡ് ചെയ്യണം. ഈ സൊല്യൂഷൻ ആഡ് ചെയ്യില്ലേ? ഏതൊക്കെ ആഡ് ചെയ്യും? വാട്ടർ, ഓറും ഇമ്പ്യൂരിറ്റീസ്, അതായത് സിംഗിൾ സൾഫൈഡ്, ലെഡ് സൾഫൈഡ് ഇമ്പ്യൂരിറ്റീസ്, പിന്നെ പൈൻ ഓയിൽ, അനിലിൻ ചേർക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഏത് ചേർക്കുക? NaCN എന്ന് വിളിക്കുന്ന പേരാണ് സോഡിയം സയനൈഡ്. എന്താണ് സോഡിയം സയനൈഡ്? സോഡിയം സയനൈഡ് എന്ന് പറയുന്ന വസ്തു കൂടെ ചേർക്കുക. എന്തിനാണ് ചേർക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ സോഡിയം സയനൈഡ് ചേർത്ത് കഴിഞ്ഞാൽ സിംഗിൾ സൾഫൈഡ് മുകളിലോട്ട് പോകില്ല, സിംഗിൾ സൾഫൈഡ് ഇവിടെ തന്നെ ഇരിക്കും. ആര് മാത്രമേ പോകത്തുള്ളൂ? ലെഡ് സൾഫൈഡ് മാത്രമേ. ആദ്യം ഒരാൾ കയറി പോകും, ലെഡ് സൾഫൈഡ് ആദ്യം മുകളിലോട്ട് പോകും. ഫുൾ ഇവിടെ ഉള്ള ലെഡ് സൾഫൈഡ് ഫുള്ള് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ആര് കയറി പോകത്തുള്ളൂ? സിംഗിൾ സൾഫൈഡ് കയറി പോകത്തുള്ളൂ. അപ്പൊ ഒരു സൾഫൈഡ് ഓറിനെ മുകളിലേക്ക് പോകുന്നതെന്ന് തടഞ്ഞു നിർത്തുന്നു, ഡിപ്രസ് ചെയ്ത് നിർത്തുന്ന വസ്തുവാണ് എന്ന് പറയുന്നത് സോഡിയം സയനൈഡ്. അതുകൊണ്ട് സോഡിയം സയനൈഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഡിപ്രസന്റ്. എന്താണ് ഡിപ്രസന്റ്? എന്താണ് ഡിപ്രസന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് സൾഫൈഡ് ഓറുകൾ ഉണ്ടെങ്കിൽ ഒരു സൾഫൈഡ് ഓറിനെ മാത്രം മുകളിലേക്ക് കടത്തിവിടുകയും പതയോടൊപ്പം മുകളിലേക്ക് കടത്തിവിടുകയും മറ്റേ സൾഫൈഡ് ഓറിനെ താഴെ തന്നെ പിടിച്ചു വെക്കുകയും ചെയ്യുന്ന ആ കെമിക്കലുകളെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ഡിപ്രസന്റുകൾ. ഡിപ്രസന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഒരു സൾഫൈഡ് ഓറിനെ മുകളിലേക്ക് പോയാൽ താഴോട്ട് ഡിപ്രസ് ചെയ്ത് താഴോട്ട് പിടിച്ചു വയ്ക്കും. ഓക്കെ അല്ലേ? അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഡിപ്രസന്റ് ഇൻ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ്? എന്താണ് ഡിപ്രസന്റിന്റെ ഉപയോഗം? ഡിപ്രസന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതലോ സൾഫൈഡ് ഓറുകൾ ഉണ്ടെങ്കിൽ അവയിൽ ഒരു സൾഫൈഡ് ഓറിനെ മാത്രം മുകളിലേക്ക് കടത്തിവിടാനും അവയെ പരസ്പരം സെപ്പറേറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന കെമിക്കലിനെ വിളിക്കുന്ന പേരാണെന്ന് ഡിപ്രസന്റ്. അപ്പോൾ ലെഡ് സൾഫൈഡ്, സിംഗിൾ സൾഫൈഡ് ഉണ്ടെങ്കിൽ ആദ്യം ആര് കയറി പോകും? ലെഡ് സൾഫൈഡ് കയറി പോകും. ലെഡ് സൾഫൈഡ് ഫുള്ളായിട്ട്, ഇവിടെ ഉള്ള ലെഡ് സൾഫൈഡ് ഫുള്ളായിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഏത് കയറി പോകത്തുള്ളൂ? സിംഗിൾ സൾഫൈഡ് കയറി പോകത്തുള്ളൂ. അപ്പോൾ ഓർത്ത് വച്ചേക്കുക, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൾഫൈഡ് ഓറുകളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വാട്ടർ, ഓറ ഇമ്പ്യൂരിറ്റീസ്, പൈൻ ഓയിൽ, അനിലിൻ. പൈൻ ഓയിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഫ്രോത്ത് ഉണ്ടാവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് പൈൻ ഓയിൽ. ഫ്രോത്തിന്റെ കൂടെ ഓറ് മണ്ടയിൽ പൊങ്ങിക്കിടക്കും, ഇമ്പ്യൂരിറ്റി താഴെ പോവും. ലൈറ്റർ ആയിട്ടുള്ള ഓറിനെ ഹെവിയർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിൽ നിന്നും, ഡെൻസിറ്റി കുറഞ്ഞ ഓറിനെ ഡെൻസിറ്റി കൂടിയ ഇമ്പ്യൂരിറ്റീസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അനിലിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രോത്ത് സ്റ്റെബിലൈസർ ഈസ് കാൾഡ് അനിലിൻ. അതായത് ഉണ്ടാവുന്ന പത അതേപോലെ നിലനിന്നാൽ മാത്രമേ ഈ ഓറിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ആ പതയ്ക്ക് ഒരു മാറ്റവും വരാതെ അതേപോലെ നിലനിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവാണ് അനിലിൻ. ദാറ്റ് ഈസ് കാൾഡ് ഫ്രോത്ത് സ്റ്റെബിലൈസർ. ദെൻ പൈൻ ഓയിൽ ഉപയോഗിച്ചാണ് നമ്മൾ ഓറിനെ നമുക്ക് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഹെൻസ് പൈൻ ഓയിൽ ഈസ് കാൾഡ് കളക്ടർ. പൈൻ ഓയിൽ ഹെൽപ്സ് ഇൻ ദ കളക്ഷൻ ഓഫ് ഓർ ഫ്രം ഇറ്റ്സ് ഇമ്പ്യൂരിറ്റീസ്. ദെൻ രണ്ട് സൾഫൈഡ് ഓറുകൾ ഉണ്ടെങ്കിൽ രണ്ടെണ്ണത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഡിപ്രസന്റുകൾ. ലെഡ് സൾഫൈഡിനെ സിംഗിൾ സൾഫൈഡ് ചേർത്ത് തന്നു കഴിഞ്ഞാൽ ലെഡ് സൾഫൈഡിനെ മാത്രം ആദ്യം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന, സിംഗിൾ സൾഫൈഡിനെ പിന്നെ മാത്രം സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആ ഡിപ്രസന്റിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് സോഡിയം സയനൈഡ് അഥവാ NaCN എന്ന് പറയും. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു മെത്തേഡ്, ലാസ്റ്റ് കോൺസെൻട്രേഷൻ ടെക്നിക്ക്, ലീച്ചിങ്. എന്താണ് ലീച്ചിങ്? അലുമിനിയത്തിന്റെ ഓറിനെ അല്ലെങ്കിൽ ബോക്സൈറ്റിനെ, അലുമിനിയത്തിന്റെ ഓറാണ് എന്ന് പറയുന്നത് ബോക്സൈറ്റിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് ലീച്ചിങ്. ബോക്സൈറ്റിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ലീച്ചിങ്. ബോക്സൈറ്റിന്റെ ഫോർമുല Al2O3.2H2O. ഇതിൽ നിന്ന് നമുക്ക് അലുമിനിയം വേണം. അതിനു മുമ്പ് ഈ ബോക്സൈറ്റ് എന്ന് പറയുന്ന സാധനം കുഴിച്ചെടുക്കുമ്പോൾ അതിൽ ഒരുപാട് എന്ത് കാണും? ഇവിടെ ഇമ്പ്യൂരിറ്റീസ് കാണും. അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റാൻ, ഈ ബോക്സൈറ്റിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് ലീച്ചിങ്.
നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ മണലും ഉപ്പും കൂടെ നിങ്ങൾക്ക് തരുന്നു, മണലും ഉപ്പും കൂടെ പൊടിച്ച് നിങ്ങൾക്ക് തരുന്നു. സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വെള്ളം എടുക്കുന്നു, മണലും ഉപ്പും അതിലേക്ക് ഇടുന്നു, കലക്കുന്നു. അപ്പോൾ എന്ത് പറ്റും? ഉപ്പ് അതിൽ ഡിസോൾവ് ആവും, ഉപ്പ് അതിലങ്ങ് ലയിക്കും. ഉപ്പ് തന്നെ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല, മണൽ മാത്രം അവിടെ കിടക്കും. ആ മണലിനെ നമ്മളങ്ങ് അരിച്ചു മാറ്റും. ബാക്കി നമ്മളതിൽ ആരുണ്ട്? ഉപ്പുവെള്ളമുണ്ട്. ഉപ്പുവെള്ളത്തിൽ നിന്ന് വെള്ളം ചൂടായി കഴിഞ്ഞാൽ വെള്ളം അങ്ങ് വറ്റിപ്പോവും, ബാക്കി ഉപ്പ് മാത്രം കാണും. അപ്പോൾ നമ്മൾ മണലും ഉപ്പ് സെപ്പറേറ്റ് ചെയ്തില്ലേ? ഒന്നുകൂടെ ഞാൻ പറയാം. മണലും ഉപ്പും കൂടെ ചേർത്ത മിക്സർ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ മണലും ഉപ്പും ചേർന്ന മിക്സർ ചെയ്ത് നിങ്ങളുടെ പറയാണ് മണലിനെയും ഉപ്പിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറയുകയാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഒരു ബീക്കറിൽ വെള്ളം എടുക്കുക, ഈ മണലും ഉപ്പും കൂടെ പൊടിച്ച സാധനം അതിലോട്ട് ഇടുക, കലക്കുക. കലക്കുമ്പോൾ എന്ത് പറ്റും? ഉപ്പ് മാത്രം അതിലേക്ക് ലയിച്ച് ചേരും, ഡിസോൾവ് ആവും. ഉപ്പിനെ പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആരെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ? മണലിനെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഉപ്പ് ആ വെള്ളത്തിൽ ലയിച്ചു. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ അതിനെ അരിക്കും. അരിച്ചു കഴിഞ്ഞാൽ മണൽ സെപ്പറേറ്റ് ആവും, ഉപ്പ് വെള്ളവും കിട്ടും. അപ്പോൾ 2 വസ്തുക്കളുണ്ട്. മണൽ സെപ്പറേറ്റ് ആയി, പിന്നെ എന്തുണ്ട്? ഉപ്പ് വെള്ളമുണ്ട്. ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ചൂടായി കൊടുക്കുക, വെള്ളം ഒന്ന് ആവിയായി പോകും, ബാക്കി ഉപ്പ് മാത്രം കിടക്കും. അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? മണലും ഉപ്പും എടുത്തപ്പോൾ ഒരെണ്ണം വെള്ളത്തിൽ സോലുബിളായി, മറ്റേത് വെള്ളത്തിൽ സോലുബിൾ ആയില്ല. അതേ മെത്തേഡാണ് നമ്മൾ ലീച്ചിങ്ങിൽ ഉപയോഗിക്കുന്നത്. ലീച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഈ ബോക്സൈറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ബോക്സൈറ്റും ഉണ്ട്, അതിന്റെ കൂടെ എന്തുകൊണ്ട്? ഈ സാധനമുണ്ട്, അതിന്റെ കൂടെ എന്തുകൊണ്ട്? ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. ഓക്കെ, ഇതിന് രണ്ടും കൂടെ പൊടിച്ച് നമുക്ക് എന്താ, നമ്മളെ ഉദ്ദേശം എന്താണ്? ഇതിന്ന് ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ രണ്ടിനെ പൊടിച്ചതിന് ശേഷം ചൂട് NaOH സൊല്യൂഷനിലോട്ട് ഇടും, ഹോട്ട് NaOH സൊല്യൂഷനിലോട്ട് ഇടും. ഇവിടെ വെള്ളത്തിൽ ഉപ്പ് ലയിക്കുന്നത് പോലെ ചൂട് NaOH ഹോട്ട് NaOH സൊല്യൂഷനിലോട്ട് ഇടുമ്പോൾ ഇതങ്ങ് ഡിസോൾവ് ആവും. ഏത്? Al2O3.2H2 എന്നാണ് സാധനം ഡിസോൾവ് ആവും. ഡിസോൾവ് ആയതിനെ കാണാൻ പറ്റും. ഉപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ആയപ്പോൾ നമ്മൾ കാണാൻ പറ്റില്ല. അതേപോലെ ബോക്സൈറ്റ് ഇതിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്സിജനെ കാണാൻ പറ്റില്ല. ഡിസോൾവ് ആകുന്നതിന് കാരണം ഇത് Na2AlO2 ആയി മാറുന്നത് കൊണ്ടാണ്. Na2AlO2നെ വിളിക്കുന്ന പേരാണ് സോഡിയം അലുമിനേറ്റ്. പറഞ്ഞത് മനസ്സിലായ? അപ്പോൾ ഉപ്പും മണലൂടെ ചേർത്ത മിക്സറിൽ നിന്ന് നമുക്ക് ഉപ്പിനെയും മണലിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വെള്ളത്തിലോട്ട് ഇടുമ്പോൾ ഉപ്പ് വെള്ളത്തിൽ ഡിസോൾവ് ആകുന്നത് പോലെ എന്താണ്, ബോക്സൈറ്റും ഇമ്പ്യൂരിറ്റീസൂടെ മിക്സ് ചെയ്ത് തരുമ്പോൾ നമ്മൾ ചൂട് NaOH സൊല്യൂഷനിലിടും. വാട്ടറിലോട്ട് ഇടുന്നതിന് പകരം ഏതിടും? ചൂട് ഹോട്ട് NaOH സൊല്യൂഷനിലോട്ട് ഇടുമ്പോൾ ഏതങ്ങ് ഡിസോൾവ് ആയി പോവും? ബോക്സൈറ്റ് അങ്ങ് ഡിസോൾവ് ആവും. ഡിസോൾവ് ആകുന്നത് എന്തായി മാറുന്നത് കൊണ്ടാണ്? Na2AlO2 ആയി മാറുന്നത്. നമുക്ക് കാണാൻ പറ്റത്തില്ല, അതായത് ഡിസോൾവ് ആയി പോയി. അതിന്റെ പേരെന്താണ്? സോഡിയം അലുമിനേറ്റ്. എന്നിട്ട് നമ്മൾ ആ ബാക്കിയുള്ള, അപ്പൊ ബാക്കി നിങ്ങൾക്ക് കാണാൻ കഴിയും ഹോട്ട് NaOH സൊല്യൂഷൻ ആണ്. അതിനകത്ത് ഏതങ്ങ് ഡിസോൾവ് ആയി? Na2AlO2 ഡിസോൾവ് ആയി. അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഉപ്പ് ഡിസോൾവ് ആകുമ്പോൾ ഉപ്പിനെ കാണാൻ പറ്റത്തില്ല. അതുപോലെ Na2AlO2 ആയി മാറിയ സാധനത്തിന് നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ബാക്കി അവിടെ ഇമ്പ്യൂരിറ്റീസ് മാത്രം കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മണല് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിടക്കുന്നത് കാണാൻ പറ്റും. അതിനെ നമുക്ക് അരിച്ചങ്ങ് മാറ്റാം. അതിനെ നമ്മൾ അരിച്ചു മാറ്റി കഴിഞ്ഞാൽ, ഇതിനെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ, അരിച്ചു മാറ്റി കഴിഞ്ഞാൽ ബാക്കി അവിടെ ബീക്കറിൽ ആ വെള്ളം മാത്രമേ കാണൂ. നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. വെള്ളത്തിനകത്ത് ആരുണ്ടേ? Na2AlO2 ഉണ്ട്. അല്ലേ? ഫിൽട്ടർ ചെയ്തതിനു ശേഷം ഇമ്പ്യൂരിറ്റീസിനെ മാറ്റുക. അതിനുശേഷം അപ്പൊ ഇതില് പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി. ഒരു ബീക്കറിൽ ഉപ്പുവെള്ളം ഉണ്ട്, ഉപ്പും മണലും ഉണ്ട്. അതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കലക്കി, എന്നിട്ട് അതിനെ നമ്മൾ അതിൽ നിന്ന് മണലിനെ അരിച്ചു മാറ്റി. അപ്പൊ ഉപ്പുവെള്ളം ഇരിക്കുന്നില്ല, ഉപ്പുവെള്ളത്തിൽ നമ്മൾ ഉപ്പുണ്ടെന്ന് കാണാൻ പറ്റത്തില്ല. അതേപോലെ ഇതിനകത്ത് ഏതുണ്ട്? Na2AlO2 ഉണ്ട്. അതിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇമ്പ്യൂരിറ്റീസിനെ എടുത്ത് കളഞ്ഞപ്പോൾ നമുക്ക് ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്. അതിനകത്ത് ഏത് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്? Na2AlO2 ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ AlOH ത്രൈസ് അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ 1-2 തുള്ളി ഒഴിക്കും. അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ 1-2 ഡ്രോപ്പ് ഇതിലേക്ക് ഒഴിക്കും. ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഈ സാധനം ഫുള്ള് ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, വെള്ള അവക്ഷിപ്തം, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. വെളുത്തൊരു പൊടി ഉണ്ടാവും, ചോക്ക് പൊടി പോലെ വെളുത്തൊരു പൊടി ഇതിനകത്തുണ്ടാവും. അല്ലേ? ഇതിനകത്തൊരു വെളുത്ത പൊടി ഉണ്ടാവും. ഈ വെളുത്ത പൊടിയെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് അലുമിനിയം ഹൈഡ്രോക്സൈഡ്. ഒന്നുകൂടെ പറയാം. സോഡിയം അലുമിനേറ്റും ഇമ്പ്യൂരിറ്റീസൂടെ ചേർന്ന് നിങ്ങൾക്ക് തരുന്നു. അതിന് ഏതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നു? ബോക്സൈറ്റും ഇമ്പ്യൂരിറ്റീസൂടെ ചേർത്ത് നിങ്ങൾക്ക് തരുന്നു. നിങ്ങളോട് എന്ത് സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നു? ബോക്സൈറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നു. അതിന് നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ഹോട്ട് NaOH സൊല്യൂഷനിലോട്ട് ഇടും. അപ്പൊ ഇതങ്ങ് ഡിസോൾവ് ആവും. ഇതങ്ങ് ലയിച്ച് ആ NaOH ഡിസോൾവ് ആയി പോവും, Na2AlO2. ബാക്കി അവിടെ ഇമ്പ്യൂരിറ്റീസ് മാത്രം കാണും. കണ്ടല്ലോ? ആ ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ അരിച്ചങ്ങ് മാറ്റും.
ബാക്കി അവിടെ വെള്ളം മാത്രമുണ്ട് അല്ലേ? ആ വെള്ളത്തിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ആ വെള്ളത്തിനെ വിളിക്കുന്ന പേരാണ് സോഡിയം അലുമിനേറ്റ്. അതിനകത്ത് ഡിസോൾവ് ആയിട്ടുണ്ട്. ഈ സോഡിയം അലുമിനേറ്റിലോട്ട് ഒഴിക്കും, അലുമിനിയം ഹൈഡ്രോക്സൈഡ് 1-2 തുള്ളി ഒഴിക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് എന്തായിട്ട് മാറും? അലുമിനിയം ഹൈഡ്രോക്സൈഡ് പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറും. ഈ സൊല്യൂഷനിലോട്ട് അലുമിനിയം ഹൈഡ്രോക്സൈഡ് 1-2 തുള്ളി ഒഴിക്കുമ്പോൾ ഇത് ഫുള്ളായിട്ട് എന്തായിട്ട് മാറും? അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും, പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് മാറി. ഈ പ്രസിപ്പിറ്റേറ്റിനെ, ഈ പൊടിയെ, ചോക്ക് പൊടി വെള്ളത്തിൽ കിടന്നോലെ കിടക്കും, അതിന് നമ്മൾ അവിടെ നിന്ന് അരിച്ചെടുക്കും. വെളുത്ത പൊടി നമ്മൾ അരിച്ചെടുക്കും. എന്നിട്ട് നമ്മൾ അതിനെ ചൂടാക്കും, ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് Al2O3 കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് അലുമിന. എന്താണ്? അലുമിന. ഇതിൽ എന്ത് കാണത്തില്ല? ഇമ്പ്യൂരിറ്റീസ് ഒന്നും കാണത്തില്ല. ഒന്നും കൂടെ ഞാൻ പറയാം. ബോക്സൈറ്റും ഇമ്പ്യൂരിറ്റീസോട് ചേർത്ത് നിങ്ങൾക്ക് തരുന്നു. അതിൽ നിന്ന് ഏതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നു? ബോക്സൈറ്റിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ ഇത് രണ്ടും കൂടെ എടുത്ത് NaOH കലക്കുമ്പോൾ ഏത് മാത്രം നമുക്ക് ഡിസോൾവ് ആവും? ബോക്സൈറ്റ് മാത്രം NaOH ഡിസോൾവ് ആവും. ഡിസോൾവ് ആയ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അതിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ മാറ്റും. ഇമ്പ്യൂരിറ്റീസ് മാത്രം കാണാം, അതിനെ നമ്മൾ അരിച്ചാണ്. ഇമ്പ്യൂരിറ്റീസ് ഇതേപോലെ കിടക്കും, അതിനെ നമ്മൾ അരിച്ചങ്ങ് മാറ്റുന്നു. ബാക്കി നമ്മുടെ സൊല്യൂഷനിൽ അകത്തുള്ളത് ഏതാണ്? Na2SO2 ആണ്. അതിലോട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലോട്ട് 1-2 ഡ്രോപ്പ് ചെയ്ത് ഒഴിക്കുക. അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഒഴിക്കുന്ന സമയത്ത് ആ ബീക്കറിനകത്ത് അല്ലെങ്കിൽ ആ കണ്ടെയ്നറിനകത്ത് ഫുൾ എന്തുണ്ടാവും? ഒരു പ്രസിപ്പിറ്റേറ്റ്, ഒരു വെളുത്ത പൊടി ഉണ്ടാവും. ആ പൊടിയെ വിളിക്കുന്ന പേരാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡ്. പൊടിയല്ല, അത് ജെല്ല് കിടക്കിരിക്കും. തലയിലൊക്കെ തേക്കുന്ന ജെല്ലുണ്ടല്ലോ, അതേപോലത്തെ ഒരു സാധനം ഉണ്ടാവുന്നത് അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ അതൊരു വെളുത്ത പൊടിയായിട്ടുള്ള, ചോക്ക് പൊടി, നല്ല വെളുത്ത പൊടിയായിട്ടുള്ള എന്തായിട്ട് മാറും? അലുമിന ആയിട്ട് മാറും. അലുമിനയുടെ ഫോർമുല എന്താണ്? Al2O3. അപ്പൊ ഈ അലുമിനിയയിൽ നിന്നാണ് നമ്മൾ പിന്നീട് ഏതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്? അലുമിനിയത്തിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ ഈ മാറ്റുന്ന ഈ പ്രോസസ്സിൽ എന്തായിരുന്നു മെയിൻ പ്രിൻസിപ്പിള്? ഈ സാധനം ബോക്സൈറ്റ് എവിടെ ഡിസോൾവ് ആയി? NaOH ഡിസോൾവ് ആയി. ആര് ഡിസോൾവ് ആയില്ല? ഇമ്പ്യൂരിറ്റീസ് ഡിസോൾവ് ആയില്ല. അതായത് ഓറ് NaOH ഡിസോൾവ് ആയി, ഇമ്പ്യൂരിറ്റി NaOH ഡിസോൾവ് ആയില്ല. ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഓറ് ഒരു സോൾവെന്റിൽ ഡിസോൾവ് ആയി, ഓറ് ഒരു വസ്തുവിൽ ഡിസോൾവ് ആയി, ഇമ്പ്യൂരിറ്റി ഡിസോൾവ് ആയില്ല. അങ്ങനെയാണെങ്കിൽ ആ ഓറിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് ലീച്ചിങ്. അപ്പൊ ലീച്ചിങ്ങിന്റെ പ്രിൻസിപ്പിൾ ഓർക്കുക. Ore is soluble in a solvent, but impurities is not soluble in a particular solvent. ഓറ് ഒരു NaOH ഡിസോൾവ് ആകുകയും ഇമ്പ്യൂരിറ്റീസ് NaOH ഡിസോൾവ് ആകാതിരിക്കുകയും ചെയ്താൽ അവയെ സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് ലീച്ചിങ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റലർജിയിലെ രണ്ടാമത്തെ സ്റ്റെപ്പാണ്, എക്സ്ട്രാക്ഷൻ പ്രോസസ്. വാട്ട് യു മീൻ ബൈ എക്സ്ട്രാക്ഷൻ? എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓക്സൈഡ്. മെറ്റലിനെ അതിന്റെ ഓറിൽ നിന്നും എങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, അതാണ് നമ്മൾ പഠിക്കുന്നത്. എക്സ്ട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓർ നമുക്ക് തരുന്നു. ഫോർ എക്സാമ്പിൾ Fe2O3 അല്ലെങ്കിൽ Cu2S എന്ന് പറയുന്ന ഒരു ഓർ നമുക്ക് തരുന്നു. ദിസ് ഇസ് കാൾഡ് കോപ്പർ ഗ്ലാൻസ്. ഇതിൽ നിന്ന് കോപ്പറിനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറയുന്നു. യു ആർ ആസ്ക്ഡ് ടു സെപ്പറേറ്റ് കോപ്പർ ഫ്രം കോപ്പർ സൾഫൈഡ് ഓർ കോപ്പർ ഗ്ലാൻസ്. ദെൻ ദ ഓവറോൾ സ്റ്റെപ്സ് ഈസ് കാൾഡ് എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ ഫ്രം കോപ്പർ സൾഫൈഡ്. കോപ്പറിനെ കോപ്പർ സൾഫൈഡിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ ഉപയോഗിക്കും? ആ സ്റ്റെപ്പുകളെല്ലാം കൂടെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ പ്രോസസ്സ്. നമുക്ക് നോക്കാം. എക്സ്ട്രാക്ഷനിൽ തന്നെ 2 സ്റ്റെപ്പുകളുണ്ട്. എക്സ്ട്രാക്ഷനിലുള്ള 2 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? കൺവേർഷൻ ഓഫ് ഓർ ടു ഇറ്റ്സ് ഓക്സൈഡ്. കൺവേർഷൻ ഓഫ് ഓർ ടു ഇറ്റ്സ് ഓക്സൈഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. അപ്പൊ 2 സ്റ്റെപ്പുകൾ ഓർക്കുക. ഒന്ന് കൺവേർഷൻ ഓഫ് ഓർ ടു ഓക്സൈഡ്. ഓറിനെ എന്താക്കി മാറ്റുന്നു? ഓക്സൈഡ് ആക്കി മാറ്റുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. ആദ്യം നമ്മൾ ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. അതായത് ഫോർ എക്സാമ്പിൾ ഈ ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിന് എക്സാമ്പിൾ ഒരെണ്ണം ഞാൻ പറയാം. ഇപ്പൊ സിങ്ക് കാർബണേറ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. കലാമിൻ, ഓർമ്മയുണ്ടല്ലോ പേര്, കലാമിൻ സിങ്ക് കാർബണേറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇതാണ് നിങ്ങളുടെ ഓറ്. ഞാനതിനെ ചൂടാക്കുന്നു. ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നു എന്ന് വിചാരിക്കുക, CO2 പോകുന്നു എന്ന് വിചാരിക്കുക, CO2 എലിമിനേറ്റ് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കുക. സിയും 2 ഓയും പോയി. എന്തായിട്ട് പോയി? CO2 ആയിട്ട് പോയി. ബാക്കി ഇവിടെ എന്തോന്നുണ്ട്? ഒരു സിങ്കും ഉണ്ട്, സിയും 2 ഓയും പോയി, ബാക്കി ഒരു ഓയും ഉണ്ട്. ഒരു ZN ഉണ്ട്, ഒരു ഓയും ഉണ്ട്. ZN ഓയോട് ചേരുമ്പോൾ എന്താവും?
ZnO. ZnO is called zinc oxide. അല്ലേ? ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം. CaCO3.MgCO3. .MgCO3 എന്നത് രണ്ടെണ്ണോട് ചേർന്ന് നിൽക്കുന്നതാണ്. ഇതിനെ ഞാൻ ചൂടാക്കുന്നു. ഇതൊരു ഓറാണെന്ന് വിചാരിക്കുക. കാൽഷ്യം കാർബണേറ്റ് മാഗ്നീഷ്യം കാർബണേറ്റ് ചേർന്ന് നിൽക്കുന്ന ഒരു ഓറാണെന്ന് വിചാരിക്കുക. ഞാൻ ഇതിനെ ചൂടാക്കുന്നു. ചൂടായി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇതിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോകും, ഇതിൽ നിന്ന് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് പോകും. അപ്പൊ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പോകും? 2 കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നു വിചാരിക്കുക. ഓക്കെ, അപ്പൊ ബാക്കി ഇവിടെ എന്തൊക്കെ ഉണ്ട്? ഇവിടെ കാൽഷ്യം ഉണ്ട്, ഇതിൽ നിന്നൊരു സിയും 2 ഓയും പോയി, ബാക്കി ഒരു ഓ ഉണ്ട്. അപ്പൊ CAയും ഓയുടെ ചേർന്ന് എന്താവും? CaO. ഇനി ഇവിടെ MgCO3 സിയും 2 ഓയും പോയി. അപ്പൊ ബാക്കി ഇവിടെ ഓയും ഒരു MG അല്ലേ ഉള്ളൂ. ഒരു ഓയും ഒരു MG ചേരുമ്പോൾ എന്താവും? MgO. ഓക്കെയാണ്. ഇപ്പോഴും ഇവിടെ ഓക്സൈഡുകളാണ് ഉണ്ടായത്. ഇതൊരു ഓറായിരുന്നു, ഇതാ ഇവിടെ ഓക്സൈഡുകൾ ഉണ്ടായി. ഇതും ഒരു ഓറായിരുന്നു, ഇവിടെ എന്തുണ്ടായി? സിങ്ക് ഓക്സൈഡാണ് ഉണ്ടായത്. ഇവിടെ കാൽഷ്യം കാർബണേറ്റ് മാഗ്നീഷ്യം കാർബണേറ്റ് ഓറായിരുന്നു, അത് ചൂടാക്കിയപ്പോൾ കാൽഷ്യം ഓക്സൈഡ് മാഗ്നീഷ്യം ഓക്സൈഡാണ് കിട്ടിയത് അല്ലേ? അതായത് ഓറുകളെ ചൂടാക്കി ഓക്സൈഡുകളാക്കി മാറ്റുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. പറഞ്ഞ മനസ്സിലായല്ലോ? ഓറുകൾ എടുത്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സിങ്ക് കാർബണേറ്റ് അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ഏതാണ്? സിങ്ക് ആണ് വേണ്ടത്. സിങ്ക് കാർബണേറ്റിൽ നിന്ന് നമ്മൾ ഏതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം? സിങ്കിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. സിങ്ക് കാർബണേറ്റിൽ നിന്ന് സിങ്കിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പാണ് കൺവേർഷൻ ഓഫ് ഓർ ടു ഓക്സൈഡ്. നമുക്ക് തന്നിരിക്കുന്ന ഓറിനെ എന്താക്കുക? ഓക്സൈഡ് ആക്കുക. എന്നിട്ട് ആ ഓക്സൈഡിനെ എന്ത് കിടക്കുക? ആ ഓക്സൈഡിനെ മാറ്റി എന്താക്കി മാറ്റുക? മെറ്റലാക്കി മാറ്റുക. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. അതിലേക്ക് വരാം, നമുക്ക് ഇത് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ എന്തെടുത്തു? സിങ്ക് കാർബണേറ്റ് എടുത്തു. ഒരു ഓർ എനിക്ക് തന്നിട്ടുണ്ട്, കലാമിൻ സിങ്ക് കാർബണേറ്റ്. അതിനെ ഞാൻ ചൂടാക്കിയപ്പോൾ അത് സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. ഓർ ഈസ് കൺവേർട്ടഡ് ഇൻടു ഓക്സൈഡ്. Then another O is called CaCO3.MgCO3. ആ ഓറിനെ ചൂടാക്കിയപ്പോൾ we get 2 oxides, calcium oxide and magnesium oxide. ഇനി വേറൊരു കേസ്, ഇപ്പൊ ലെഡ് സൾഫൈഡ് നമുക്ക് തന്നിരിക്കുന്നു. ഞാൻ ഇതിനെ ഓക്സിജൻ ഗ്യാസ് കടത്തിവിട്ട് ചൂടാക്കി. നേരത്തെയൊക്കെ ചുമ്മാണ് ചൂടാക്കിയത്. ഇപ്പൊ എന്താ ചെയ്ത്? ഇപ്പോഴും എനിക്കൊരു ഓറ വന്നേക്കണേ, ലെഡ് സൾഫൈഡ്, ഗലീന എന്നൊക്കെ പറയും പേര് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ലെഡ് സൾഫൈഡ്, ലെഡിന്റെ ഒരു ഓറാണ്. ലെഡ് സൾഫൈഡിലോട്ട് ഏത് പാസ് ചെയ്തു? ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്തപ്പോൾ ലെഡ് ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും ഉണ്ടായി. ഏതൊക്കെ ഉണ്ടായി? ലെഡ് ഓക്സൈഡ് ഉണ്ടായി, സൾഫർ ഡൈ ഓക്സൈഡ്. ലെഡ് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ഓറാണ്. അതിലേക്ക് ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്തപ്പോൾ ഏതൊക്കെ ഉണ്ടായി? ലെഡ് സൾഫൈഡ് ഉണ്ടായി, SO2 ഉണ്ടായി. ഇപ്പോഴും നമുക്ക് മെറ്റൽ ഓക്സൈഡ് ഉണ്ടായില്ലേ? ഒരു ലെഡ് സൾഫൈഡ് എന്ന് പറയുന്ന ഒരു ഓറായിരുന്നു, ലെഡ് സൾഫൈഡ് എന്ന് പറയുന്ന ഓറിനെ ഓക്സിജൻ എടുത്ത് ചൂടാക്കിയപ്പോൾ അതിന്റെ എന്തായിട്ട് മാറി? ലെഡിന്റെ ഓക്സൈഡ്, മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറി. ഇനി ഇതിനെ ബാലൻസ് ചെയ്യാൻ പോണ 2-3-2-2 നിട്ടാൽ മതി. 2-3-2-2 നിട്ടാൽ മതി, ബാലൻസ്ഡ് ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ എടുക്കാം. കോപ്പർ സൾഫൈഡ്, Cu2S. കോപ്പർ സൾഫൈഡ്, ഇതിനെ ഞാൻ ഓക്സിജൻ ഗ്യാസ് കടത്തി ചൂടാക്കുന്നു. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? കോപ്പറിന്റെ ഓക്സൈഡും ഉണ്ടാവും, പിന്നെ SO2 ഉണ്ടാവും, SO2 ഉണ്ടാവും. ഇതും ബാലൻസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. 2-3-2-2 ഇട്ടാൽ മതി, ബാലൻസ്ഡ് ആയിരിക്കും. നോക്കട്ടെ, ഇവിടെയും കോപ്പറിന്റെ ഒരു ഓറായിരുന്നു. കോപ്പറിന്റെ ഓറിനെ ചൂടാക്കിയപ്പോൾ, ഓക്സിജൻ ചേർത്ത് ചൂടാക്കിയപ്പോൾ എന്തായിട്ട് മാറി? കോപ്പറിന്റെ ഓക്സൈഡായി, മെറ്റൽ ഓക്സൈഡ് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എല്ലാം ഈ 4 ഇക്വേഷനുകളിലും ഓറിനെ ചൂടാക്കി അതിന്റെ ഓക്സൈഡാക്കി മാറ്റിയിരിക്കുകയാണ്. സിങ്ക് ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ് എന്നൊക്കെ പറയുന്നത്. സിങ്ക് എന്ന് പറയുന്ന മെറ്റലിന്റെ ഓക്സൈഡ് ആണ് സിങ്ക് ഓക്സൈഡ്. കാൽഷ്യം എന്ന് പറയുന്ന മെറ്റലിന്റെ ഓക്സൈഡ് ആണ് കാൽഷ്യം ഓക്സൈഡ്. ലെഡ് എന്ന് പറയുന്ന മെറ്റലിന്റെ ഓക്സൈഡ് ആണ് ലെഡ് ഓക്സൈഡ്. കോപ്പർ എന്ന് പറയുന്ന മെറ്റലിന്റെ ഓക്സൈഡ് ആണ് കോപ്പർ ഓക്സൈഡ്. അപ്പൊ നോക്കട്ടെ, മെറ്റലിന്റെ ഓറുകളെ ചൂടാക്കി മെറ്റലിന്റെ ഓക്സൈഡുകളാക്കി മാറ്റി അല്ലേ? ഓറുകളെ ഓക്സൈഡുകളാക്കി മാറ്റി. പക്ഷെ ഒരു ഡിഫറൻസ്, ഈ രണ്ട് കേസും നിങ്ങൾ ഡിഫറൻസ് ഉണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലായി കാണണം. ഇവിടെ നോക്ക്, ഇവിടെ ജസ്റ്റ് ആ ഓറെടുത്ത് ചൂടാക്കിയതേ ഉള്ളൂ, ഓക്സിജൻ ഒന്നും കടത്തി വിട്ടില്ല. ഓക്സിജൻ കടത്തി വിടാതെ ഓക്സിജന്റെ ആബ്സെൻസിൽ ഒരു ഓറിനെ ചൂടാക്കി ഹീറ്റ് ചെയ്ത് ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാൽസിനേഷൻ. എന്താണ് കാൽസിനേഷൻ? അപ്പൊ കാൽസിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് എ ഓർ ടു ഇറ്റ്സ് മെറ്റൽ ഓക്സൈഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഒരു ഓറിനെ ചൂടാക്കി അതിന്റെ മെറ്റൽ ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രോസസ് നടക്കുന്നത് ആബ്സെൻസ് ഓഫ് ഓക്സിജനിലാണെങ്കിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് കാൽസിനേഷൻ. കാൽസിനേഷൻ is a process by which ore is converted into its oxide in the
ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ആബ്സെൻസ് ഓഫ് ഓക്സിജനിൽ ഒരു ഓറിനെ ചൂടാക്കി അതിന്റെ ഓക്സൈഡുകളാക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്താന്ന് പറയുന്നത് കാൽസിനേഷൻ. ഇനി ഇവിടെ നോക്കി, ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ എന്താ പ്രശ്നം? ഇവിടെയും നമ്മൾ ഓറുകളെ ചൂടാക്കി ഓക്സൈഡുകളാക്കി മാറ്റുവാണ്. ഓറുകളെ ചൂടാക്കി ഓക്സൈഡുകളാക്കി മാറ്റുന്നു. പക്ഷെ ചൂടാക്കുന്നത് ആരുടെ സാന്നിധ്യത്തിലാണ്? ഓക്സിജന്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ്. ഓക്സിജന്റെ സപ്ലൈയിൽ ഓറിനെ ചൂടാക്കി ഓക്സൈഡുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് റോസ്റ്റിംഗ്. ഇപ്പൊ എന്താണ് റോസ്റ്റിംഗ് എന്ന് ഓർക്കുക. ഇപ്പൊ റോസ്റ്റിംഗ് എന്ന വാക്ക് കോമൺ ആണ്. റോസ്റ്റിംഗ് എന്താണെന്ന് നോക്കുക. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മുട്ട റോസ്റ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചാൽ മുട്ട റോസ്റ്റ്. ഇപ്പം ടിക്ടോക്ക് റോസ്റ്റുകളാണ്. മുട്ട റോസ്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏതിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്? ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ എയറിന്റെ സാന്നിധ്യത്തിലാണ് മുട്ട പൊരിക്കുന്നത് ആലോചിച്ചാൽ മതി. അപ്പൊ തിരിഞ്ഞു പോകത്തില്ല. അപ്പൊ റോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓറിനെ ഓക്സിജന്റെ സപ്ലൈയിൽ ഓക്സിജന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് ഓക്സൈഡുകളാക്കി മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് റോസ്റ്റിംഗ്. അപ്പൊ കാൽസിനേഷനും റോസ്റ്റിംഗും രണ്ട് മെത്തേഡ്സ് ആണുള്ളത്. കാൽസിനേഷനും റോസ്റ്റിംഗ് എന്ന് പറയുന്ന രണ്ട് മെത്തേഡ്സ്. ഈ രണ്ട് മെത്തേഡ്സ് ഉപയോഗിക്കുന്ന എന്തിനാണ്? ഓറിനെ അതിന്റെ എന്താക്കി മാറ്റാൻ വേണ്ടി, ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡാണ് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. വാട്ട്സ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽസിനേഷൻ ഇസ് ദ കൺവേർഷൻ ഓഫ് ഹീറ്റിംഗ് ഓഫ് an ore in the absence of oxygen and roasting is the heating of an ore in the presence of oxygen or in the sufficient amount of or in the presence of sufficient amount of air. Then ഇവിടെ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഓർക്കുക. കാൽസിനേഷൻ എപ്പോഴും കാർബണേറ്റ് ഓറുകളെ, കാർബണേറ്റ് CO3 ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കാർബണേറ്റ്. കാർബണേറ്റ് അടങ്ങിയ ഗ്രൂപ്പുകളെ അവയുടെ ഓക്സൈഡുകളാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് കാൽസിനേഷൻ. കാർബണേറ്റ് അടങ്ങിയ ഓറുകളെ, CO3 ഗ്രൂപ്പ് അടങ്ങിയ ഓറുകളെ അവയുടെ ഓക്സൈഡുകളാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് കാൽസിനേഷൻ. ഇനി സൾഫൈഡ് ഓറുകളെയോ സൾഫർ അടങ്ങിയ ഓറുകളെയോ ഹൈഡ്രോക്സൈഡ്, നമ്മൾ എഴുതിയിട്ടില്ല ഓർത്ത് വെച്ചേക്കുക, ഹൈഡ്രോക്സൈഡ് ഓറുകളെയോ സൾഫൈഡ് അടങ്ങിയ ഓറ്, അത് മാത്രമേ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളൂ, അത് മാത്രം പഠിച്ചാൽ മതി. സൾഫൈഡ് ഓറുകളെ സൾഫൈഡ് ഓറുകളെ ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് റോസ്റ്റിംഗ്. ഹൈഡ്രോക്സൈഡ് ഓറുകളെ OH അടങ്ങിയ കോമ്പൗണ്ടുകളെ അതിന്റെ ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? കാൽസിനേഷൻ. അപ്പൊ കാൽസിനേഷൻ ഓർക്കുക. കാൽസിനേഷൻ is used to convert carbonate and hydroxide ore to its oxides. Roasting is used to convert sulfide ore to its oxide. അതായത് CO3 ഗ്രൂപ്പുള്ള കാർബണേറ്റ് ഉള്ള ഓറുകളെ ഓക്സൈഡ് ആക്കി മാറ്റാൻ ആണെങ്കിലോ അല്ലെങ്കിൽ OH ഹൈഡ്രോക്സൈഡ് ഉള്ള ഗ്രൂപ്പുകളെ ഓക്സൈഡ് ആക്കി മാറ്റാനാണെങ്കിലോ ഉപയോഗിക്കുന്ന മെത്തേഡാണ് കാൽസിനേഷൻ. ഇനി സൾഫർ അടങ്ങിയ കോമ്പൗണ്ട്, അതായത് സൾഫൈഡ് ഓറുകളെ അതിന്റെ ഓക്സൈഡുകളാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ന് പറയുന്നത് റോസ്റ്റിംഗ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. അത് നന്നായിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് എന്ത് കിട്ടിയത്? ഓക്സൈഡ് കിട്ടി. ഓക്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിങ്ക് ഓക്സൈഡ് ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് ഏതാണ്? സിങ്ക് ആണ്. നമുക്ക് കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡ് ആണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് കാൽഷ്യവും മഗ്നീഷ്യവുമാണ്. അപ്പൊ അവയുടെ ഓക്സൈഡുകളിൽ നിന്നും നമ്മൾ എന്തിനെ ഉണ്ടാക്കണം? മെറ്റലിനെ പ്രിപ്പയർ ചെയ്യണം. ഓക്സൈഡുകളിൽ നിന്ന് മെറ്റലിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അടുത്ത സ്റ്റെപ്പാണ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. അതായത് മെറ്റൽ ഓക്സൈഡുകളെ നമുക്ക് ജനറലായിട്ട് MXOY എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യാം. MXY എന്നൊക്കെ പറയുന്ന നമ്പറുകളാണ്. MXOY എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡുകൾ നമ്മൾ ജനറലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? MXOY. ഇതിന് ഞാൻ ഒരു കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കുന്നു വെച്ചോളൂ. കാർബൺ Y മോളിക്യൂൾ ഓഫ് കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കുന്നു. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും പ്രോഡക്റ്റ്? MXOY എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡ് കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കുന്നു. Y മോൾസ് ഓഫ് കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കുന്നു വെച്ചോളൂ. അപ്പൊ എന്തുണ്ടാവും? Y മോൾസ് ഓഫ് കാർബണും Y മോൾസ് ഓഫ് ഓക്സിജനോട് ചേർന്ന് YCO ഉണ്ടാവും. പ്ലസ് X മോൾസ് ഓഫ് മെറ്റൽ ഉണ്ടാവും. നോക്കട്ടെ, മെറ്റൽ ഓക്സൈഡ് കാർബണായിട്ട് ചേർത്ത് ചൂടാക്കുമ്പോൾ X മോൾസ് ഓഫ് മെറ്റലും Y മോൾസ് ഓഫ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഇവിടെ എന്താ സംഭവിച്ചത്? മെറ്റൽ ഓക്സൈഡ് എന്നുള്ളത് എന്തായിട്ട് മാറി? മെറ്റലായിട്ട് മാറി. ആരോട് ചേർത്ത് ചൂടാക്കിയപ്പോൾ? കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കിയപ്പോൾ.
മെറ്റൽ ഓക്സൈഡിനെ മെറ്റലാക്കി മാറ്റുന്നു. ഇവിടെ ഓക്സിജൻ ഉണ്ടായിരുന്നു, ഇതിന്റെ കൂടെ ഓക്സിജൻ ഇല്ല. മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ പോകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മെറ്റൽ ഉണ്ടാകുന്നത്. ഓക്സിജൻ പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്ലസ് 1 ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഓക്സിജൻ ഇസ് കാൾഡ് റിഡക്ഷൻ. അതായത് മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഏത് പോകുന്നത്? ഓക്സിജൻ പോയി എന്തായിട്ട് മാറുന്നു? മെറ്റലായി മാറുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കാൾഡ് റിഡക്ഷൻ. അപ്പൊ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റൽ ഓക്സൈഡിൽ നിന്ന് എന്ത് പോകുന്നു? മെറ്റൽ പോകുന്നു. മെറ്റലല്ലോ ഓക്സിജൻ പോകുന്നു. മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഓക്സിജൻ പോകുന്നു. അപ്പോൾ എന്തായിട്ട് മാറും? മെറ്റലായിട്ട് മാറും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. റിഡക്ഷന് വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് കാർബൺ ആണ്. റിഡക്ഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റുകൾ. എന്താണ്? റെഡ്യൂസിങ് ഏജന്റുകൾ. അപ്പൊ കാർബൺ ഈസ് കാൾഡ് റെഡ്യൂസിങ് ഏജന്റ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കുറച്ചൊരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ സിങ്ക് ഓക്സൈഡിനെ എനിക്ക് എന്താക്കണം? സിങ്ക് ഓക്സൈഡിൽ നിന്ന് എനിക്ക് എന്ത് വേണം? സിങ്ക് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? സിങ്ക് ഓക്സൈഡ്, ഇപ്പൊ MxO വേറെ ഇവിടെ ഉള്ള ആരാണ്? സിങ്ക് ഓക്സൈഡ് ആണ്. ഈ സിങ്ക് ഓക്സൈഡിനെ കാർബൺ ചേർത്ത് ചൂടാക്കുന്നു. അപ്പൊ എന്തുണ്ടാവും? കാർബണും ഓക്സിജനും ചേർന്നുണ്ടാവും കാർബൺ മോണോക്സൈഡ് ആവും. ബാക്കി എന്തുകൊണ്ട്? സിങ്കും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് മെറ്റൽ ഓക്സൈഡിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കിയില്ലേ? മെറ്റൽ ഓക്സൈഡിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. ഇവിടെ ഉപയോഗിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. ഇവിടെ ഉപയോഗിക്കുന്ന ആളാരാണ്? കാർബൺ ആണ്. അപ്പൊ കാർബൺ മാത്രം ഉപയോഗിക്കണമെന്നൊന്നുമില്ല. കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കാം, കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? കാർബൺ ആണ്. അപ്പൊ നമുക്ക് മെറ്റലിനെ കിട്ടിയില്ലേ? ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് റിഡക്ഷൻ. റിഡക്ഷൻ ഉപയോഗിക്കുന്ന ആളിനെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. ആ റെഡ്യൂസിങ് ഏജന്റ് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ റിയാക്ഷനും ബേസ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. എങ്ങനെയാണ് റെഡ്യൂസിങ് ഏജന്റ്, ഏതൊക്കെ റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് ഉപയോഗിക്കാം, എന്തിനെ ബേസ് ചെയ്താണ് റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. എല്ലിംഗ്ടൺ ഡയഗ്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാറുണ്ട്. അവിടെ നമ്മൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കും. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. ഒരു ഓറിനെ അതിന്റെ മെറ്റലിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ, ഒരു മെറ്റലിനെ അതിന്റെ ഓറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി 2 സ്റ്റെപ്പുകളുണ്ട്. ഒന്ന്, ഓറിനെ അതിന്റെ ഓക്സൈഡ് ആക്കുക, പിന്നെ ഓക്സൈഡിനെ എന്താക്കുക? മെറ്റലാക്കുക. ഓറിനെ ഓക്സൈഡ് ആക്കുന്ന 2 സ്റ്റെപ്പ് കാൽസിനേഷനും റോസ്റ്റിംഗ്. കാൽസിനേഷൻ എന്ന് വെച്ചാൽ ഓക്സിജന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നു. റോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഓക്സിജന്റെ പ്രസൻസ് ചൂടാക്കി ഓക്സൈഡ് ആക്കുന്നു. 2 സ്ഥലത്തും ഓക്സൈഡ് ആണ്. കാർബണേറ്റ് ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ ഉപയോഗിക്കുന്നത് കാൽസിനേഷൻ ആണ്. ഓർ കാർബണേറ്റോ ഹൈഡ്രോക്സൈഡ് OH ഗ്രൂപ്പ് ഓറിൽ നമ്മൾ എടുക്കുന്ന ഓറിൽ OH ഗ്രൂപ്പോ കാർബണേറ്റ് ഗ്രൂപ്പോ ഉണ്ടെങ്കിൽ കാൽസിനേഷൻ ആണ് ഉപയോഗിക്കുന്നത്. ഇനി സൾഫൈഡ് ഓറുകളാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ഓഫ് ഓർ ഇൻ ദ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഈസ് കാൾഡ് റോസ്റ്റിംഗ്. അങ്ങനെ നമുക്ക് ഓക്സൈഡുകൾ കിട്ടുന്നു. ഈ ഓക്സൈഡുകൾ അല്ല നമുക്ക് വേണ്ടത് ഏതാണ്? മെറ്റലുകളാണ്. അങ്ങനെ ഓക്സൈഡുകളിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു മെറ്റൽ. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു മെറ്റലിന്റെ ഓക്സൈഡ് എടുക്കുക, അതിനെ കാർബണുമായിട്ട് ചേർത്ത് ചൂടാക്കുക. ചൂടായി കഴിയുമ്പോൾ എന്ത് പറ്റും? കാർബണും ഓക്സിജനും ചേർന്ന് എന്താവും? കാർബൺ മോണോക്സൈഡ് ആവും. പിന്നെ മെറ്റൽ അവശേഷിക്കും. ഇപ്പൊ സിങ്ക് ഓക്സൈഡ് ആണെങ്കിൽ സിങ്ക് ഓക്സൈഡിൽ നിന്ന് സിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തുമായിട്ട് ചേർത്ത് ചൂടാക്കുന്നു? കാർബണുമായിട്ട് ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഓക്സൈഡിന് ചേർന്ന് എന്താവും? കാർബൺ മോണോക്സൈഡ്. ബാക്കി എന്താ അവശേഷിക്കും? സിങ്ക് അവശേഷിക്കും. ഓക്കെ, നമ്മൾ എല്ലിംഗ്ടൺ ഡയഗ്രാമാണ് പഠിക്കാൻ പോകുന്നത്. എല്ലിംഗ്ടൺ ഡയഗ്രാം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രാഫ്. ഇതൊരു ഗ്രാഫാണ്. ഗ്രാഫ് ആകുമ്പോൾ അതിനെന്തൊക്കെ കാണും? ഒരു എക്സ് ആക്സിസും കാണും, ഒരു വൈ ആക്സിസും കാണും. അപ്പോൾ എല്ലിംഗ്ടൺ ഡയഗ്രാം ഇതുകൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട്. ഇതെന്താണ് ഇതിനുള്ള യൂസ് എന്നൊക്കെ ഞാൻ വഴിയെ പറയാം, ശ്രദ്ധിച്ചോളുക. എല്ലിംഗ്ടൺ ഡയഗ്രാം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഗ്രാഫ്. ഏതൊക്കെ തമ്മിലുള്ള ഗ്രാഫ്? ഗ്രാഫ് ആകുമ്പോൾ അതിനൊരു എക്സ് ആക്സിസും കാണും, ഒരു വൈ ആക്സിസും കാണും. ഒരു എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ആയിരിക്കും കാണുന്നത്. എക്സ് ആക്സിൽ ആരായിരിക്കും കാണുന്നത്? ടെമ്പറേച്ചർ ആയിരിക്കും കാണുന്നത്. വൈ ആക്സിസിൽ ആരായിരിക്കും കാണുന്നത്? ഡെൽറ്റ ജി, ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ആയിരിക്കും കാണുന്നത്. ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഡെൽറ്റ ജി. എന്താണ് ഡെൽറ്റ ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ചെയ്യാം. ഒരു പേന പൊക്കുന്നു, അല്ലെങ്കിൽ ബോർഡിൽ എഴുതുന്നു. ഇതെല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള വർക്കാണ്. ഓരോ വർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഇപ്പം ഞാനൊരു ബുക്ക് പൊക്കുന്ന എനർജി ആയിരിക്കത്തില്ല ഈ പേന വെച്ച് ബോർഡിൽ എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന എനർജി. അപ്പോൾ എനർജി ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും, ഓരോ യൂസ്ഫുൾ ആയിട്ടുള്ള, ഓരോ ഉപയോഗപ്രദമായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഓരോ ഉപയോഗപ്രദമായിട്ടുള്ള വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഡെൽറ്റ ജി, അല്ലെങ്കിൽ ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലിംഗ്ടൺ ഡയഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഗ്രാഫ്.
It's a graph plotted between delta G along the y-axis and temperature along the x-axis. Delta G y-axis-ലും temperature x-axis-ലും വരച്ചു കഴിഞ്ഞാൽ അത്തരം ഗ്രാഫുകളെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എല്ലിംഗം ഡയഗ്രം എന്ന് പറയുന്നു. പറഞ്ഞു മനസ്സിലായല്ലോ? എല്ലിംഗം ഡയഗ്രം is a graph. Ehrlichman diagram is a graph plotted between delta G and temperature. Delta G is called Gibbs Fourier energy change. T is called temperature. അപ്പോൾ ഡെൽറ്റ ജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ് എന്ന് പറയുന്നത് എല്ലിംഗൻ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി എന്തിന്റെ ഗ്രാഫ്? ഒരു മെറ്റലിനെ ഇപ്പോൾ ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, M+O2 എന്ത് കിട്ടും? നമുക്ക് MO2 കിട്ടും അല്ലേ? എന്താ ഈ റിയാക്ഷൻ? ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ മെറ്റൽ ഓക്സൈഡ് കിട്ടുന്നു. ഈ റിയാക്ഷൻ നമ്മൾ ഇതിനെ പറ്റി പഠിക്കുകയാണ്. ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, റിയാക്ഷൻ തുടങ്ങുന്നത് പോലെ റിയാക്ഷൻ അവസാനിക്കുന്നവരെ നമ്മൾ ഇതിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മെറ്റൽ ഓക്സിജനുമായിട്ട് ചേർന്ന് എന്തായിട്ട് മാറുന്നു? മെറ്റൽ ഓക്സൈഡായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരുപാട് മെറ്റൽ ഉണ്ട്, ആ മെറ്റൽ എല്ലാം എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്? മെറ്റൽ ഓക്സൈഡാക്കി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിന്റെ ഓരോ ടെമ്പറേച്ചർ അതിനെ ചൂടാക്കണം. മെറ്റൽ ഓക്സിജനുമായിട്ട് ചേർത്ത് ചൂടാക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? മെറ്റൽ ഓക്സൈഡ് കിട്ടുന്നു. അപ്പൊ ടെമ്പറേച്ചർ കുറഞ്ഞതെന്ന് ഞാൻ കൂട്ടി 0, 5, 10, 15 ടെമ്പറേച്ചർ കൂട്ടി വരുമ്പോൾ മെറ്റൽ എല്ലാം ഓക്സിജനായിട്ട് ചേർന്ന് എന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്? മെറ്റൽ ഓക്സൈഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെറ്റൽ ഓക്സൈഡായിട്ട് മാറുന്ന ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഡെൽറ്റ ജിക്കും ടെമ്പറേച്ചറിനും എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ റിയാക്ഷൻ നടക്കുമ്പോൾ ഓരോ ടെമ്പറേച്ചറിലുള്ള ഡെൽറ്റ ജി വിലകൾ നമ്മൾ നോക്കും. ഓരോ ടെമ്പറേച്ചറിലുള്ള ഡെൽറ്റ ജി വിലകൾ നോക്കിയതിന് ശേഷം അവിടെ ഒരു ഗ്രാഫ് വരയ്ക്കും അല്ലെ? 5 ഡിഗ്രി സെൽഷ്യസിൽ ഡെൽറ്റ ജി ഇത്ര, 10 ഡിഗ്രി സെൽഷ്യസിൽ ഡെൽറ്റ ജി ഇത്ര, 5 ഡിഗ്രി സെൽഷ്യസിൽ ഡെൽറ്റ ജി ഇത്ര, 10 ഡിഗ്രി സെൽഷ്യസിൽ ഡെൽറ്റ ജി ഇത്ര, 15 ഡിഗ്രി സെൽഷ്യസിൽ ഡെൽറ്റ ജി ഇത്ര, ഇങ്ങനെ കിട്ടും. അപ്പൊ ഞാൻ എന്താ വരയ്ക്കുന്നു? ഒരു ഗ്രാഫ് വരയ്ക്കുന്നു, ഒരു ലൈൻ വരയ്ക്കും. ആ കുത്തുകളെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ എനിക്ക് കിട്ടി. ഈ ലൈനിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എല്ലിംഗൻ ഡയഗ്രാം ഓഫ് ദാറ്റ് മെറ്റൽ. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു മെറ്റൽ ഓക്സൈഡായിട്ട് മാറുമ്പോൾ, ഒരു മെറ്റൽ അതിന്റെ ഓക്സൈഡായിട്ട് മാറുമ്പോൾ ആരൊക്കെ തമ്മിൽ ഒരു ഗ്രാഫ് വരയ്ക്കൂടെ? ഡെൽറ്റ ജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ എനിക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ആ സ്ട്രെയിറ്റ് ലൈനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത് എല്ലിംഗൻ ഡയഗ്രാം ഓഫ് കൺവേർഷൻ ഓഫ് മെറ്റൽ ടു ഓക്സൈഡ്. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് എന്നാണ്. ആ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് എന്നാണ്. ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ എന്താണ്? നോൺ സ്പോണ്ടേനിയസ് എന്നാണ്. ഈ സ്പോണ്ടേനിയസ്, നോൺ സ്പോണ്ടേനിയസ് ഈ വാക്കുകളുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലയുടെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നു. എക്സാമ്പിൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. മലയുടെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നു. ആരെങ്കിലും തള്ളി വിടുന്നതാണോ? അല്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് വീഴുന്നതാണ്. That process is called spontaneous. വെളിയിൽ നിന്ന് ആരും ഒരു ഫോഴ്സും പ്രയോഗിക്കാതെ, എക്സ്റ്റേണൽ ഫോഴ്സ് പ്രയോഗിക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ്. അപ്പൊ എന്താ നോൺ സ്പോണ്ടേനിയസ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ചെലുത്തി മാത്രം നടത്തുന്ന റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് നോൺ സ്പോണ്ടേനിയസ്. ഇപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിലേക്ക് കയറ്റുന്നു. അവിടെ ഞാൻ ഒരു ഫോഴ്സ് പ്രയോഗിക്കുകയാണ്. ഒരു ഫോഴ്സ് പ്രയോഗിച്ചാണ് കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്ത് ഞാൻ എങ്ങോട്ട് കയറ്റുന്നത്? ടാങ്കിലോട്ട് കയറ്റുന്നു. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് നോൺ സ്പോണ്ടേനിയസ്. അപ്പൊ ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണെങ്കിൽ, ഒരു റിയാക്ഷൻ നടത്തുമ്പോൾ ഡെൽറ്റ ജിയുടെ വില നെഗറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസും, ഡെൽറ്റ ജിയുടെ വില പോസിറ്റീവ് ആണെങ്കിൽ എന്തുമായിരിക്കും? ആ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ്. സ്പോണ്ടേനിയസ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായത്തോടെ അല്ലാതെ നടക്കുന്ന റിയാക്ഷനുകൾ വിളിക്കുന്ന പേരാണ് സ്പോണ്ടേനിയസ്. എക്സ്റ്റേണൽ ഫോഴ്സുകളുടെ സാന്നിധ്യത്താൽ നടക്കുന്ന റിയാക്ഷനുകൾ വിളിക്കുന്ന പേരാണ് നോൺ സ്പോണ്ടേനിയസ്. അപ്പോൾ ഈ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡെൽറ്റ ജിയുടെ വില 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന കണ്ടീഷനാണ്. ആ റിയാക്ഷൻ നടക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. റിയാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ നടക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ആ ഒരു സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഇക്വിലിബ്രിയം. അതൊക്കെ പോട്ടെ, ഈ 2 പോയിന്റുകൾ മാത്രം ഓർത്തിരിക്കുക. ഇത് തൽക്കാലം നോക്കണ്ട. ഈ 2 പോയിന്റുകൾ ഓർത്തിരിക്കുക. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസും, ഡെൽറ്റ ജി പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തുമായിരിക്കും? നോൺ സ്പോണ്ടേനിയസും ആയിരിക്കും. ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ ഗ്രാഫിലൂടെ ഞാൻ തിരിച്ചു വരികയാണ്. ഗ്രാഫ് എന്താണ്? എല്ലിംഗൻ ഡയഗ്രാം ആണ്. എല്ലിംഗൻ ഡയഗ്രാം എന്ന് വെച്ചാൽ എന്തൊക്കെ തമ്മിലുള്ള ഗ്രാഫാണ്? ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ചും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ് എല്ലിംഗൻ ഡയഗ്രാം. ഈ എല്ലിംഗൻ ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്താണ്? എല്ലിംഗൻ ഡയഗ്രത്തിൽ ഡെൽറ്റ ജിയുടെ ഇവിടുത്തെ വാല്യൂ 0 ആണെന്ന് വിചാരിക്കുക. ഡെൽറ്റ ജിയുടെ ഇവിടുത്തെ വാല്യൂ എന്താണ്? 0. ഇത് 0 അല്ല, ഇത് ഇവിടെയാണ് 0 എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ലൈൻ ഞാൻ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റുകൾ പോകുന്ന എല്ലാ സ്ഥലത്തും ഡെൽറ്റ ജിയുടെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അപ്പൊ ഡെൽറ്റ ജിയുടെ വാല്യൂ ഇവിടെ 0.
അപ്പൊ ഇതിന്റെ മുകളിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. 1, 2, 3 മുകളിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ്, താഴോട്ട് പോകുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയും പോർഷനിൽ ഡെൽറ്റ ജിയുടെ വില എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും പോർഷനിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എല്ലിംഗ് ഡയഗ്രത്തിൽ നിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പറയാൻ പോവുകയാണ്, ശ്രദ്ധിച്ചോണം. എന്താ ഞാൻ പറഞ്ഞേ? ഒരു ഗ്രാഫ് ഞാൻ വരച്ചു. ആ ഗ്രാഫ് വരച്ചപ്പോൾ പ്രത്യേകത എന്താണ്? വൈ ആക്സിൽ ഡെൽറ്റ ജി, എക്സ് ആക്സിൽ ഏത് വരച്ചു? ടെമ്പറേച്ചർ വരച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എനിക്കൊരു ലൈൻ കിട്ടി. ഈ ലൈൻ വരച്ചത് ഏത് റിയാക്ഷന്റെയാണ്? മെറ്റൽ ഓക്സിജൻ മാറ്റി ചെയ്യുന്ന മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷന്റെ ഗ്രാഫാണ് ഞാൻ വരച്ചത്. മെറ്റൽ ഓക്സിജൻ മാറ്റി ചെയ്യുന്ന മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷന്റെ ഗ്രാഫ് വരച്ചപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കിട്ടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു പോയിന്റ്, ഞാൻ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എല്ലാം ഈ വരകളിലെല്ലാം, ഈ വര പോകുന്ന ഈ പോയിന്റുകളിലെല്ലാം ഡെൽറ്റ ജിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇതിന് താഴെ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവും, ഈ പോയിന്റ് മുകളിൽ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്തുവാണ്? പോസിറ്റീവാണ്. അല്ലേ? ഇനി അതായത് ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് വന്നാൽ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അതായത് മെറ്റൽ ഓക്സൈഡ് ആവുന്ന ഈ റിയാക്ഷൻ, ഈ ലൈൻ എന്ന് പറയുന്ന ഏത് റിയാക്ഷനാണ്? മെറ്റൽ ഓക്സൈഡ് ആവുന്ന ഈ റിയാക്ഷൻ അല്ലേ? ഈ റിയാക്ഷൻ ഇവിടുത്തെ ഈ പോയിന്റിന് താഴെ സ്പോണ്ടേനിയസും ഈ പോയിന്റിന് മുകളിൽ എന്തുമാണ്? നോൺ സ്പോണ്ടേനിയസും ആണ്. എന്താ കാര്യം? ഈ പോയിന്റ് താഴെ ഇവിടെ എന്താണ്? ഡെൽറ്റ ജി വാല്യൂ നെഗറ്റീവ് ആണ്. ഈ പോയിന്റിന് മുകളിൽ ഡെൽറ്റ ജി വാല്യൂ എന്താണ്? പോസിറ്റീവ് ആണ്. അല്ലേ? അപ്പൊ ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയ ഒരു ടെമ്പറേച്ചർ ഞാൻ വെക്കുന്നു. ഈ ടെമ്പറേച്ചറിന് ഞാൻ T1 എന്ന് കൊടുക്കുന്നു വിചാരിക്കും. അതായത് T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന് താഴെ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ, മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ T1ന്റെ താഴെ, T1ന്റെ ബിലോ പോർഷനിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്. ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ അവിടെ ആ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. പറഞ്ഞ മനസ്സിലായോ? മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷന്റെ ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷനിൽ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ താഴെ, ഇപ്പുറത്തോട്ട് അല്ലെ, T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ താഴെ ഗ്രാഫ് ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണ്. ഡെൽറ്റ ജി വില നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അതായത് മെറ്റൽ ഓക്സൈഡ് ആവുന്നത് ഈ ടെമ്പറേച്ചറിന് താഴെയാണെങ്കിൽ സ്പോണ്ടേനിയസ് ആണ്. ഇനി ഈ ഒരു ടെമ്പറേച്ചറിന്റെ മുകളിലാണെങ്കിലും മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഇതല്ലേ, ഇതിന്റെ മുകളിൽ, അതായത് ഈ ലൈൻ ഇത്രയും പോർഷൻ, അവിടെ ഡെൽറ്റ ജി എന്താണ്? പോസിറ്റീവ് ആണ്. ഡെൽറ്റ ജി എബോ പോർഷനിലാണെങ്കിൽ ഡെൽറ്റ ജി വില എന്താണ്? പോസിറ്റീവ് ആണ്. ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അതായത് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ അല്ലയോ എന്ന് പറയാൻ വേണ്ടി ഏത് ഉപയോഗിക്കാം? എല്ലിംഗ് ഡയഗ്രം ഉപയോഗിക്കാം. ഇപ്പൊ എല്ലിംഗ് ഡയഗ്രത്തിൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുക്കുക. ആ ടെമ്പറേച്ചറിന് മുകളിൽ ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ടെമ്പറേച്ചറിന് താഴെ ആണ് ഡെൽറ്റ ജി വില നെഗറ്റീവ് എങ്കിൽ, ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസും, ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണെങ്കിൽ എന്തുമാണ്? സ്പോണ്ടേനിയസും ആണ്. ഓർക്കുക. അപ്പൊ ഇവിടെ നോക്കുക, മെറ്റൽ ഓക്സൈഡ് ആവുന്നതിന്റെ ഗ്രാഫാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അവിടെ മെറ്റൽ ഓക്സൈഡ് ആവുന്ന ഗ്രാഫിൽ ഈ ഒരു പോയിന്റ്, ഈ ഒരു ലൈൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഡെൽറ്റ ജി വില 0 ആണെങ്കിൽ ഇതിന് മുകളിൽ ഡെൽറ്റ ജി വില പോസിറ്റീവ്, ഇതിന്റെ താഴെ ഡെൽറ്റ ജി വില എന്തുമായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. നമുക്കറിയാം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ടെമ്പറേച്ചർ ഞാൻ T1 എന്ന് എടുത്ത് പറയാം. T1ന്റെ താഴെ ഡെൽറ്റ ജി വില നെഗറ്റീവും T1ന്റെ മുകളിൽ ഡെൽറ്റ ജി വില എന്തുമാണ്? പോസിറ്റീവ് ആണ്. ഞാൻ അതാണ് ഇവിടെ എഴുതി വെച്ചത്. T1ന്റെ ബിലോ പോർഷനിൽ ഡെൽറ്റ ജി വില നെഗറ്റീവ്, അതായത് ആ റിയാക്ഷൻ എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. അതായത് മെറ്റൽ ഓക്സൈഡ് ആവുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. പക്ഷേ ഈ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചറിന്റെ മുകളിൽ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ എന്താണ്? ഡെൽറ്റ ജി വില പോസിറ്റീവ് ആയതുകൊണ്ട് എന്താണ്? നോൺ സ്പോണ്ടേനിയസ് ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷനെ പറ്റിയല്ല, സിങ്ക് ഓക്സൈഡ് സിങ്ക് ആവുന്ന റിയാക്ഷനെ പറ്റി, കോപ്പർ ഓക്സൈഡ് കോപ്പർ ആവുന്ന റിയാക്ഷനെ പറ്റി, Fe2O3 Fe ആവുന്ന റിയാക്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. മെറ്റൽ ഓക്സൈഡുകൾ മെറ്റലായി മാറുന്ന റിയാക്ഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെറ്റൽ ഓക്സൈഡ് മെറ്റലായി മാറുന്ന റിയാക്ഷൻ ആണെങ്കിൽ ഇതെല്ലാം തിരിച്ചു പറയും. അതായത് T1ന്റെ ബിലോ പോർഷനിൽ ഇവിടെ ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണെങ്കിൽ T1ന്റെ ബിലോ പോർഷനിൽ ഇവിടെ എന്തായിരിക്കും? ഡെൽറ്റ ജി വില എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് ഒരു റിയാക്ഷന്റെ MO2 ആവുന്ന റിയാക്ഷൻ ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണെങ്കിൽ MO2 M ആവുന്നതിന്റെ റിയാക്ഷന്റെ വില എന്തായിരിക്കും? ഡെൽറ്റ ജി വില പോസിറ്റീവ് ആയിരിക്കും. ആ റിയാക്ഷൻ എന്തായിരിക്കും? സ്പോണ്ടേനിയസ് അല്ല. ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. അല്ലേ?
മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്ന, കുറച്ച് മനസ്സിലാക്കാത്തൊരു ബുദ്ധിമുട്ടാണ്. മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷന്റെ ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണ്, സ്പോണ്ടേനിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്ന റിയാക്ഷൻ ആണെങ്കിലോ, തിരിച്ചുള്ള റിയാക്ഷൻ മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്ന റിയാക്ഷൻ ആണെങ്കിലോ ഡെൽറ്റ ജി വില നെഗറ്റീവിന് വരെ എന്ത് കൊടുക്കുക, ഡെൽറ്റ ജി വില പോസിറ്റീവ്. ഇക്വേഷൻ തിരിച്ചിടുമ്പോൾ സൈൻ മാറും, അത്രേ ഉള്ളൂ. ഡെൽറ്റ ജി വില പോസിറ്റീവ് ആയിരിക്കും, അപ്പൊ ആ റിയാക്ഷൻ എന്തായിരിക്കും, ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും, നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കാം, മെറ്റൽ മെറ്റൽ ഓക്സൈഡ് ആവുന്നല്ലേ, അപ്പൊ തിരിച്ചുള്ള റിയാക്ഷൻ എടുക്കുക. മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്ന പ്രോസസ് എടുക്കുക. മെറ്റൽ ഓക്സൈഡ് എന്താവുന്നു, മെറ്റൽ ആവുന്ന പ്രോസസ്. ഇവിടെ ഡെൽറ്റ ജി വില പോസിറ്റീവ് ആയിരുന്നു, അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഡെൽറ്റ ജി വില നെഗറ്റീവ് ആയിരിക്കും, റിയാക്ഷൻ എന്തായിരിക്കും, സ്പോണ്ടേനിയസ് ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഗ്രാഫിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഈ ഒരു ഗ്രാഫ് എന്താണ്, ഈ ഗ്രാഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിൾ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗ്രാഫ്, ഡെൽറ്റ ജിയും ടെമ്പറേച്ചർ തമ്മിലുള്ള ഗ്രാഫാണ് എല്ലിങ്കൺ ഡയഗ്രാം. ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ, ഡെൽറ്റ ജിയും ടെമ്പറേച്ചർ തമ്മിലുള്ള ഗ്രാഫാണ് എല്ലിങ്കൺ ഡയഗ്രാം. ഇനി എല്ലിങ്കൺ ഡയഗ്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, എല്ലിങ്കൺ ഡയഗ്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, ഒരു മെറ്റൽ ഓക്സൈഡ് ആവുന്നു. ഒരു മെറ്റൽ ഓക്സൈഡ് ആവുമ്പോൾ ഡെൽറ്റ ജിക്ക് അനുസരിച്ച് ടെമ്പറേച്ചർ എങ്ങനെ മാറുന്നു എന്നാണ് ഈ ഗ്രാഫിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രാഫിൽ ഒരു ലൈൻ ഞാൻ എടുത്തു. ആ ലൈനിന്റെ പ്രത്യേകത അവിടെ എല്ലാം ഡെൽറ്റ ജി വില എത്രയാണ്, 0 ആണ്. ആ ലൈനിന്റെ താഴെ ഡെൽറ്റ ജി വില നെഗറ്റീവും ആ ലൈനിന്റെ മുകളിൽ ഡെൽറ്റ ജി വില പോസിറ്റീവും ആണ്. അപ്പൊ ഡെൽറ്റ ജി വില നെഗറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ സ്പോണ്ടേനിയസും, ഡെൽറ്റ ജി വില പോസിറ്റീവ് ആണെങ്കിൽ ആ റിയാക്ഷൻ എന്തായിരിക്കും, നോൺ സ്പോണ്ടേനിയസും ആയിരിക്കും അല്ലേ. ഇനി മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്നു, അതായത് ഈ റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവിന് ഒരു എന്ത് വരും, ഡെൽറ്റ ജി പോസിറ്റീവ് വരും. ഇവിടെ ആണെങ്കിൽ മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്ന റിയാക്ഷൻ ഡെൽറ്റ ജി പോസിറ്റീവ് അല്ലേ, അപ്പൊ എന്ത് വരും, ഇവിടെ എന്ത് വരും, ഡെൽറ്റ ജി പോസിറ്റീവ്, ഇവിടെ എന്ത് വരും, ഡെൽറ്റ ജി നെഗറ്റീവ്. അതായത് ഇത്ര ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഒരു റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിന് മുകളിൽ സ്പോണ്ടേനിയസ് ആണ്, താഴെ നോൺ സ്പോണ്ടേനിയസ് ആണ്, അല്ലെങ്കിൽ മുകളിൽ നോൺ സ്പോണ്ടേനിയസ് ആണ്, താഴെ സ്പോണ്ടേനിയസ് ആണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഈ ഗ്രാഫ് ഉപയോഗിക്കാം. ഒരു റിയാക്ഷൻ ഫീസിബിൾ ആണോ, ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് ഈ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നത്, ഏത് ടെമ്പറേച്ചറിന് താഴെയാണ് ഈ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആവുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഗ്രാഫ് വഴി പറയാൻ പറ്റും. അത് ഒന്നാമത്തെ പോയിന്റ്. ഇനി അടുത്ത പോയിന്റ്, എല്ലിങ്കൺ ഡയഗ്രത്തിന്റെ അടുത്ത യൂസ്. അപ്പൊ ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നത്, അപ്പൊ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് സ്പോണ്ടേനിയസ് ആവുന്നത്. ഇനി മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്ന റിയാക്ഷൻ ഏത് ടെമ്പറേച്ചറിന് താഴെയാണ് സ്പോണ്ടേനിയസ് ആവുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഇനി നമുക്കൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരു ലൈൻ കിട്ടി. അപ്പൊ ഞാൻ പറയാണ് ഈ T1 എന്ന് പറയുന്ന ഇവിടുത്തെ ഈ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് T1. ഞാൻ പറയാണ് ഈ ടെമ്പറേച്ചറിന് മുകളിൽ മാത്രമേ MO2 എന്ന് പറയുന്നത് M ആയിട്ട് മാറത്തുള്ളൂ എന്ന് ഞാൻ പറയാം. MO2 എന്ന് പറഞ്ഞത് M ആയിട്ട് മാറുന്നു, അതായത് സിങ്ക് ഓക്സൈഡ് സിങ്ക് ആയിട്ട് മാറുന്നു, കോപ്പർ ഓക്സൈഡ് കോപ്പർ ആയിട്ട് മാറുന്നു, Fe2O3 Fe ആക്കി മാറുന്നു. അതല്ലേ നമ്മൾ പഠിക്കുന്നത്, ഓക്സൈഡുകളെ മെറ്റലാക്കി മാറ്റുന്ന പ്രോസസ്സല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ മെറ്റൽ ഓക്സൈഡിനെ മെറ്റലാക്കി മാറ്റുന്നത് ഏത് ടെമ്പറേച്ചറിന് മുകളിൽ പറ്റും, എത്ര ടെമ്പറേച്ചറാണ് നമുക്കൊരു റിയാക്ഷൻ നടത്തുമ്പോൾ ഓക്സൈഡിനെ മെറ്റലാക്കി മാറ്റാൻ കൊടുക്കേണ്ടത്, ഇതെല്ലാം നമുക്ക് പറയാനായിട്ട് പറ്റും ഈ ഡയഗ്രത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഒരു റിയാക്ഷൻ, ഏതെങ്കിലും ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, അപ്പൊ മെറ്റൽ ഓക്സൈഡ് ആവുന്ന റിയാക്ഷൻ ആവാം, അല്ലെങ്കിൽ മെറ്റൽ ഓക്സൈഡ് മെറ്റൽ ആവുന്ന റിയാക്ഷൻ ആവാം. ആ റിയാക്ഷൻ സ്പോണ്ടേനിയസ് എവിടെയാണ്, ഏത് ടെമ്പറേച്ചറിന് മുകളിലാണ് സ്പോണ്ടേനിയസ് ആവുന്നത്, ഏത് ടെമ്പറേച്ചറിന് താഴെയാണ് നോൺ സ്പോണ്ടേനിയസ് ആവുന്നത് എന്ന് പറഞ്ഞു തരുന്ന ഡയഗ്രമാണ് എന്ന് പറയുന്നത് എല്ലിങ്കൺ ഡയഗ്രം. 2, ഏത് ടെമ്പറേച്ചറിന് മുകളിലും താഴെയുമാണ് റിയാക്ഷൻ നടക്കാൻ സാധ്യതയുള്ളത്. ഇപ്പൊ സിങ്ക് ഓക്സൈഡിനെ ചൂടാക്കുന്നു, സിങ്ക് ഓക്സൈഡിനെ കാർബൺ ചേർത്ത് ചൂടാക്കുന്നു, അപ്പൊ സിങ്ക് ആവും. എത്ര ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് സിങ്ക് ആവും? എല്ലാ ടെമ്പറേച്ചറിലും സിങ്ക് ഓക്സൈഡ് സിങ്ക് ആവില്ല. അപ്പൊ ഏത് ടെമ്പറേച്ചർ ചൂടാക്കി കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് സിങ്ക് ആവും, Fe2O3 Fe ആവും എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഈ ഡയഗ്രം ഉപയോഗിക്കാം. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അടുത്തത്, റെഡ്യൂസിങ് ഏജന്റിനെ സെലക്ട് ചെയ്യാം, ഏത് റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് സെലക്ട് ചെയ്യാം എന്നും ഈ ഡയഗ്രം പറഞ്ഞു തരും. റെഡ്യൂസിങ് ഏജന്റ് ഏത് സെലക്ട് ചെയ്യാം എന്നും ഈ ഡയഗ്രം പറഞ്ഞു തരും. അതായത് ഫോർ എക്സാമ്പിൾ ഡെൽറ്റ ജിയും ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫാണ്. എനിക്കിവിടെ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ലൈനിന്റെ പ്രത്യേകത Fe+O2 gives Fe2O3. ബാലൻസിലല്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അയണോ ഓക്സിജനോ ചേർന്ന് അയൺ ഓക്സൈഡ് ആവുന്ന ലൈനാണ് ഇത്. ഇനി താഴെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിന്റെ പ്രത്യേകത കാർബണും ഓക്സിജനോട് ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആവുന്നു, കാർബണും പകുതി ഓക്സിജനോട് ചേർന്ന് കാർബൺ മോണോക്സൈഡ് ആവുന്ന ലൈനാണ് ഇത്.
അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ കാണാം Fe2O3 എന്ന് പറയുന്ന മെറ്റൽ ഓക്സൈഡിന്റെ ലൈനിന്റെ താഴെയാണ് കാർബൺ മോണോക്സൈഡിന്റെ ലൈൻ വരുന്നത്. Fe2O3 കാർബൺ മോണോക്സൈഡുമായി ചേർത്ത് ചൂടാക്കിയാൽ മാത്രമേ Fe ആവൂ. അപ്പോൾ Fe2O3 Fe ആക്കി മാറ്റുന്നു. Fe2O3 ഓക്സിജൻ ഉണ്ട്, Fe എന്തില്ല, ഓക്സിജൻ ഇല്ല. ഒരു മെറ്റലിൽ ഒരു സ്ഥാനത്ത് നിന്ന് ഓക്സിജൻ പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിഡക്ഷൻ. റിഡക്ഷൻ ഉപയോഗിക്കുന്ന ആളാണെന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ് ഇസ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ Fe2O3 Fe ആക്കി മാറ്റുന്നതാണ് ആരെന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് അല്ലേ. Fe2O3 Fe ആയി മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് റിഡക്ഷൻ. റിഡക്ഷൻ ഉപയോഗിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്. അപ്പൊ കാർബൺ മോണോക്സൈഡ് ഇസ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. Fe2O3 Fe ആക്കി മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർബൺ മോണോക്സൈഡ് ആണ്, അല്ലെങ്കിൽ Fe2O3 Fe ആക്കി മാറ്റുന്ന റിഡക്ഷൻ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റ് കാർബൺ മോണോക്സൈഡ് ആണ്. കാരണം ഒരു വസ്തു റെഡ്യൂസിങ് ഏജന്റായി ഉപയോഗിക്കണമെങ്കിൽ അതിന്റെ ലൈൻ ആ മെറ്റലിന്റെ ലൈനിന്റെ താഴെയായിരിക്കണം. എല്ലിംഗൻ ഡയഗ്രത്തിൽ ഒരു റെഡ്യൂസിങ് ഏജന്റ് ലൈൻ എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡിന്റെ ലൈനിന്റെ താഴെ ആയാൽ മാത്രമേ അതിനെ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കാൻ പറ്റൂ. നോക്കുക, Fe2O3 ലൈൻ ഇതല്ലേ, അതിന്റെ താഴെയല്ലേ കാർബൺ മോണോക്സൈഡ് ലൈൻ വരുന്നത് അല്ലേ. Fe2O3 ലൈൻ ഇതാണ്, അതിന്റെ താഴെയാണ് കാർബൺ മോണോക്സൈഡ് ലൈൻ വരുന്നത്. Fe2O3 ലൈനിന്റെ താഴെയാണ് കാർബൺ മോണോക്സൈഡ് ലൈൻ വരുന്നത്. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് റെഡ്യൂസിങ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പോ മുകളിൽ വരെയാണ് കാർബൺ ഡയോക്സൈഡ്, കാർബൺ ഓക്സിജൻ ചേർന്ന് കാർബൺ ഡയോക്സൈഡ് ആവുന്നു. കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് ഇവിടെ കാർബൺ മോണോക്സൈഡ് ഇവിടെ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കാൻ പറ്റുമോ? കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ Fe2O3 Fe ആവുമെന്ന് ചോദിക്കുകയാണ്. ഇല്ല. കാരണം എന്താണ്? കാർബൺ ഡയോക്സൈഡിന്റെ ലൈൻ എന്ന് പറയുന്നത് Fe2O3 ലൈനിന്റെ മുകളിലാണ്. അപ്പൊ ഒരു വസ്തു റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കണമെങ്കിൽ ആ റെഡ്യൂസിങ് ഏജന്റ് ലൈൻ എന്ന് പറയുന്നത് എല്ലിംഗ് ഡയഗ്രം എടുക്കുമ്പോൾ ആ ഓക്സിജൻ ലൈനിന്റെ താഴെ ആയിരിക്കണം. നാലാമത്തെ പോയിന്റ്, റെഡ്യൂസിങ് ഏജന്റ് ലൈൻ എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡിന്റെ ലൈനിന്റെ താഴെ ആയിരിക്കണം. ഇനി നോക്ക്, ഇവര് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഇല്ലേ, ഈ പോയിന്റിലെ ടെമ്പറേച്ചർ ഉണ്ടല്ലോ T1, ആ ടെമ്പറേച്ചറിന് മുകളിൽ മാത്രമേ ഇത് ഹീറ്റ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കത്തുള്ളൂ. പറഞ്ഞ മനസ്സിലായോ? Fe2O3 Fe ആക്കി മാറ്റുമല്ലോ, അപ്പൊ ചൂടാക്കണമല്ലോ. ചൂടാക്കണമെങ്കിൽ ആ ടെമ്പറേച്ചർ എങ്ങനെ ഡിസൈഡ് ചെയ്യും? ഇതിന്റെ ലൈൻ നോക്കുക, എല്ലിംഗൻ ഡയഗ്രത്തിലെ ലൈൻ നോക്കുക, ഇതിന്റെ എല്ലിംഗൻ ഡയഗ്രത്തിലെ ലൈൻ നോക്കുക, Fe2O3 ലൈൻ CO ലൈൻ നോക്കുക, ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് നോക്കുക, ആ പോയിന്റിലെ ടെമ്പറേച്ചർ എടുക്കുക, അതിന് മുകളിലുള്ള ടെമ്പറേച്ചർ എടുത്ത് ഹീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ റിയാക്ഷൻ നടക്കത്തുള്ളൂ. അപ്പൊ ഏത് ടെമ്പറേച്ചർ നടക്കും, അതാണ് ഞാൻ പറഞ്ഞത്. ഏത് ടെമ്പറേച്ചർ റിയാക്ഷൻ നടക്കും എന്ന് പറയാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം? എല്ലിംഗൻ ഡയഗ്രം ഉപയോഗിക്കാം. അപ്പോൾ എല്ലിംഗൻ ഡയഗ്രം മനസ്സിലായാൽ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ എല്ലിംഗൻ ഡയഗ്രം യൂസ് ചെയ്യുന്നത് 3 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, റിയാക്ഷൻ എവിടെയൊക്കെ സ്പോണ്ടേനിയസ് ആണ് സ്പോണ്ടേനിയസ് അല്ലെന്ന് പറയാൻ പറ്റും. വിശദമായിട്ടൊന്നും അറിയേണ്ട, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ടെമ്പറേച്ചർ, ഏത് ടെമ്പറേച്ചറിന്റെ മുകളിലാണ് ഒരു റിയാക്ഷൻ നടക്കുന്നതെന്ന് പറയാൻ പറ്റും. ഇനി ഒരു റിയാക്ഷനിലെ റെഡ്യൂസിങ് ഏജന്റ് നമുക്ക് പറയാനായിട്ട് പറ്റും.